welcoming to the space stolen. ഇതുണ്ടെങ്കിലാണ് ക്രിയേറ്റിവിറ്റി ഉണ്ടാവുള്ളൂ. ക്യാമറയുടെ ആംഗിൾ താഴ്ത്തുന്നതാവണം. അങ്ങനെ പല കാര്യങ്ങൾ പറയുമ്പോഴാണ് യു വിൽ ഗെറ്റ് ബെറ്റർ റിസൾട്ട്. എപ്പോഴും എല്ലാവരും എന്താ പറയുക, നിങ്ങൾ ട്രെൻഡിങ് ആകുന്നതിന് മുമ്പ് ഇത് നോക്കിയത് നന്നായി എന്നാണ് ഞാൻ. പീപ്പിൾ ലവ് കേർവ്സ് എല്ലാ അർത്ഥത്തിലും. നമ്മൾ സ്റ്റക്ക് ആവുന്ന ഒരു പോയിന്റ്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. നൈറ്റ് ക്ലബിലും ബാറിലൊക്കെ ഡിം ലൈറ്റ് ആൻഡ് റെഡ് ലൈറ്റ് കൊടുക്കുമ്പോൾ ബേസിക്കലി ലൈറ്റ് കുറഞ്ഞ് റെഡ് ആവുമ്പോൾ പ്യൂപ്പിൾസ് ഒരു പ്രത്യേക ഫോക്കലിലേക്ക് പോകും. ക്രിയേറ്റിവിറ്റി മീറ്റ്സ് ക്ലാരിറ്റി. ഈ പോഡ്കാസ്റ്റിൽ ഡിസൈൻ സ്കൂൾ മെമ്പേഴ്സ് മാത്രമായിരുന്നു ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദിസ് ടൈം നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. വെരി സ്പെഷ്യൽ ആയിട്ടുള്ള ഗസ്റ്റാണ്. ആൻഡ് സ്പെഷ്യൽ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പേഴ്സണലി കുറേ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാൻ നോക്കിയിട്ട് അതൊന്നും ഡിഫൈൻ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയത് ആളെ പ്രൊഫൈൽ കണ്ടിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്ന ആളെന്ന് പറയുന്നത്, ആള് ഒരു പോഡ്കാസ്റ്ററാണ് ആൻഡ് ഒരു കമ്മ്യൂണിറ്റി ബിൽഡറാണ്, ഒരു വെൽനെസ് ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന ഒരു എന്തൂസിയസ്റ്റ് ആണ്. ആൻഡ് അതിൻ്റെ അപ്പുറത്തോട്ട് ആളൊരു UI/UX ഡിസൈനറാണ്. ആൻഡ് വെൽക്കമിങ് ടു ദ സ്പേസ് സ്റ്റോളൻ, UI/UX കിങ് എന്നൊക്കെ നമുക്ക്. ഓക്കെ, ഇനി ഇത്രയൊക്കെ മതി കേട്ടോ ഇൻട്രോ. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് വരുമ്പോഴാണ് കുറച്ചും കൂടി രസമാവാം. അപ്പോൾ ഹായ് ടു ഓഡിയൻസ് അല്ലേ. അപ്പം സ്റ്റോളനെ കുറിച്ചിട്ട് ഫസ്റ്റ് ഞാനിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് കുറേ കാലമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഈ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഫോളോ ചെയ്യാറില്ല. കുറേ ആൾക്കാർ ഇങ്ങനെ ഡിസൈനിലാവട്ടെ എന്താവട്ടെ ഇൻസ്റ്റഗ്രാമിലൊന്നും ഫോളോ ചെയ്യാറില്ല. പക്ഷേ സ്റ്റോളൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ട്, അത് കുറേ മുമ്പ് കണ്ടതാണ്. അതിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുന്നത്, അതിൽ സൈക്കോളജി ഉണ്ട്, അതിൽ ഹ്യൂമൻ ഉണ്ട്, അതൊരു റിയൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതിലാണ് ഞാൻ കണക്റ്റ് ആയത്. അല്ലെങ്കിൽ എനിക്ക് ഓക്കെ, ഇതാണ് എനിക്ക് സംസാരിക്കേണ്ടത്. അല്ലെങ്കിൽ ഞാൻ പറയുന്നൊരു സാധനം, നമ്മളെ ഡിസൈനേഴ്സ് ഒക്കെ ഫ്രസ്ട്രേറ്റഡാണ്, ഞാൻ ഫ്രസ്ട്രേറ്റഡാ, നമ്മളെ ചുറ്റുള്ള ആൾക്കാരൊക്കെ ഫ്രസ്ട്രേറ്റഡാ. അപ്പോൾ ഈ ഫ്രസ്ട്രേഷൻ ഇങ്ങനത്തെ ഒരു ടോക്കിലൂടെ പോവും എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ടോക്കാണ് കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്തത്. ഈ ടോക്ക് ഉണ്ടായത് എക്സ്പീരിയൻസിലൂടെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു സ്റ്റോളൻ്റെ ഒരു 8-7 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട് ഫീൽഡിൽ. അപ്പം സ്റ്റോളൻ്റെ ജേണി വെച്ചിട്ടാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സ്റ്റോളൻ്റെ പണ്ടത്തെ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈക്ക് വെറും ഡിസൈൻ ഫീൽഡ് എന്നുള്ളതിൻ്റെ അപ്പുറത്തോട്ടേക്ക് ആസ് എ ഒരു ഹ്യൂമൻ എന്നുള്ള നിലയ്ക്ക് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കുറേ കാര്യങ്ങൾ അഡ്മയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് സ്റ്റോളൻ്റെ കോളേജ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം, സ്കൂൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ലൈക്ക് വര പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഭയങ്കര സ്റ്റാർട്ടിങ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ആർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ആർട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എക്സ്പ്രഷനാണ്. ഏറ്റവും ഫസ്റ്റ് പറയേണ്ട കാര്യം, എൻ്റെ വീട്ടിൽ, എൻ്റെ പഴയ ഒരു വീടാണ്. അപ്പോൾ ആ വീട്ടിൽ ചുമര് മുഴുവൻ ഞാൻ ചിത്രം വരയ്ക്കുമായിരുന്നു. ആൻഡ് ഒരു പോയിന്റിലും എന്നോട് നോ പറഞ്ഞിട്ടില്ല. സോ ഇഫ് ആർട്ട് ഈസ് എക്സ്പ്രഷൻ, അതിനൊരു ബാരിയർ ഉണ്ടായിട്ടില്ല ചെറുപ്പം മുതലേ. അതായത് നീ അവിടെ വരയ്ക്കരുത്, നീ പുസ്തകത്തിലേ വരയ്ക്കാവൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. ആ വര കണ്ട മുതൽ എന്നെ ഒരു പെൻസിൽ ഡ്രോയിങ് സ്കൂളിൽ കൊണ്ടാക്കുകയാണ് ചെയ്തത്. പിന്നെ എനിക്ക് തോന്നാറുണ്ട് എല്ലാവരും ആക്ച്വലി ക്രിയേറ്റീവ് ആൻഡ് ഗുഡ് അറ്റ് എക്സ്പ്രസിങ് ആണ്. ഇഫ് ആർട്ട് ഈസ് എക്സ്പ്രഷൻ, എല്ലാവരും ഗുഡ് അറ്റ് എക്സ്പ്രസിങ് ആണ്. എവിടെ പ്രശ്നം വരാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചൈൽഡ്ഹുഡ് പാരന്റിങ്ങും ഒക്കെ നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യും. സം പീപ്പിൾ വിൽ ബി ഗുഡ് അറ്റ് ഈ റെസ്ട്രിക്ഷൻസ് മറികടന്നിട്ട് പാരൻസിനെ കൺവിൻസ് ചെയ്യാൻ നോക്കും. ആൻഡ് അങ്ങനെ കൺവിൻസ് ചെയ്യുന്നവരായിരിക്കും മിക്കവാറും സെയിൽസിലുണ്ടാവുക. റെസ്ട്രിക്ഷൻ ഇല്ലാത്തവരായിരിക്കും മിക്കവാറും ആർട്ടിസ്റ്റുകളാവുക. ഭയങ്കര റെസ്ട്രിക്ഷൻസ് വന്നിട്ട് ട്രോമറ്റൈസ്ഡ് ആയ ആൾക്കാർ ഭയങ്കര പ്രൊട്ടസ്റ്റ് ലെവലിലുള്ള ആർട്ടുകളില്ലേ, ഭയങ്കര ഡീപ്പർ ആർട്ട്, അത് ചെയ്യുന്നത് അവരുമായിരിക്കും. അപ്പം എൻ്റെ ഭയങ്കര ചിൽ ചൈൽഡ്ഹുഡ് ആയിരുന്നു. എന്നെ ആരും റെസ്ട്രിക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടായിരിക്കണം എനിക്ക് ഈ കൊഗ്നിറ്റീവ് പരിപാടിയും ബോത്ത് ആർട്ട് പരിപാടിയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ പറ്റുന്നത്. അതുകൊണ്ടായിരിക്കാം, എനിക്ക് അറിഞ്ഞൂടാ, അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. അപ്പം
പിന്നെ സ്കൂള് കഴിഞ്ഞ് കോളേജിലൊക്കെ എത്തിയപ്പോൾ സ്കൂളിൽ വേറൊരു പ്രശ്നമുണ്ട്. ഞാൻ അങ്ങനെ ആർട്ട് പരിപാടികൾക്കൊന്നും പങ്കെടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പറഞ്ഞിട്ട് വരയ്ക്കാൻ നമ്മുടെ ഈഗോ ഹേർട്ട് ചെയ്യും. അതായത് ഇയാളാരെ എൻ്റെ ആർട്ടിനെ വിലയിരുത്താൻ എന്നൊക്കെ ഒരു ചോദ്യം പണ്ട് ചോദിച്ചിരുന്നു. പിന്നെയാണ് മനസ്സിലായത് ബിഗ്ഗർ ക്യാൻവാസ് ഉണ്ടാവണമെങ്കിൽ റെക്കഗ്നിഷൻ ഉണ്ടാവണമെങ്കിൽ എല്ലാരും കൺവിൻസ് ചെയ്യണം. അപ്പോൾ ബേസിക്കലി ആർട്ട് ഡിസൈനിലോട്ട് പോയാൽ മാത്രമേ ബിഗ്ഗർ ക്യാൻവാസ് നമുക്ക് കിട്ടൂ. അല്ലാത്ത പക്ഷം ഞാനും എൻ്റെ പേപ്പറും മാത്രമായിരിക്കും ഓഡിയൻസ്, പുറത്തേക്കാവില്ല. ദെൻ അവിടുന്ന് കോളേജ് എന്ന് പറയുമ്പോൾ ഞാൻ ആർക്കിടെക്ചർ സ്കൂളിലാണ് പഠിച്ചത്. പ്രത്യേകിച്ച് മാർക്കൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ് പഠിച്ചത്. അത് ഡീറ്റെയിൽ ആയിട്ട് പറയണം. അത് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ടു സ്കോർ എനിക്ക് കുറവായിരുന്നു. ബട്ട് നാറ്റ സ്കോർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ഉള്ളതിന്റെ പേരിൽ നമ്മൾ പൊതുവെ കഷ്ടി മറ്റേ പാസ്സാവാൻ വേണ്ടി എഴുതിയിട്ട് പെട്ടെന്ന് എനിക്ക് പോകുന്ന പരിപാടി ഉണ്ടല്ലോ, അങ്ങനെയായിരുന്നു. അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു നാറ്റ സ്കോർ മാത്രമല്ല പ്ലസ് ടു സ്കോർ നോക്കുന്നു. ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയും, നിങ്ങളൊക്കെ പഠിച്ചോ എഞ്ചിനീയറിംഗ് അല്ലേ, എനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെയാണ് അറിഞ്ഞത് ഇത് രണ്ടും കൂട്ടിയിട്ടാണ് ആർക്കിടെക്ചറിന്റെ റാങ്ക് ഇടുക. അപ്ലൈക്കൊക്കെ ടൈം ആയിരുന്നു. പക്ഷെ അത്യാവശ്യം നല്ല റാങ്ക് ഒക്കെ ഉണ്ടായിരുന്നു ആർക്കിടെക്ചറിൽ. നല്ല റാങ്ക് എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യ 2 സംഖ്യ ഒന്നല്ല, 4 സംഖ്യകൾ തന്നെയാണ്. ദെൻ ആർക്കിടെക്ചറിലും ഞാനൊരു നല്ല അക്കാഡമിക് സ്റ്റുഡൻ്റ് ആയിരുന്നില്ല. എൻ്റെ കോളേജിൽ ഞാനായിരുന്നു ഡിസൈനിൽ ഫസ്റ്റ് സപ്ലി വാങ്ങിയ ആൾ. അതായത് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ചർ ഡിസൈനിൽ ബേസിക് ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ സെമസ്റ്റർ എൻഡിലാണ് നമ്മൾ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുക. അതായത് ഒരു സെമ്മിലിരുന്ന് ചെയ്ത പ്രൊജക്റ്റാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് ആ കോളേജിൽ ഡിസൈനിന് സപ്ലി വരുന്നത്. ഹിസ്റ്ററിയിൽ ഫസ്റ്റ്. അതെങ്ങനെയാ അതിന്റെ റീജൂറി എന്റെ ബാച്ചിൽ ഫസ്റ്റ് ചെയ്യണ ഞാനാണ്. റീജൂറിയിലും തോറ്റവനാണ് ഡിസൈൻ സപ്ലി ആവുള്ളൂ. അതായത് ഫസ്റ്റ് നമുക്കൊരു റീജൂറി എന്ന് പറഞ്ഞാൽ 30 ഡേയ്സിനുള്ളിൽ ഒരു ഓപ്പർച്യൂണിറ്റി തരും. അതിലും ഫെയിൽ ആയാലാണ് ഡിസൈൻ സപ്ലി കിട്ടുക. അപ്പൊ അത് ഫസ്റ്റ് അടിച്ചത് ഞാനാണ്. ആൻഡ് റീജൂറി എന്നൊരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയതിന് ശേഷം എല്ലാ സെമസ്റ്ററിലും ഞാൻ റീജൂറിക്ക് അപ്പിയർ ചെയ്തിട്ടുണ്ട്. കാരണം ഇവരുടെയൊക്കെ ഡെഡ് ലൈൻ സെപ്റ്റംബറിലാണെങ്കിൽ എനിക്കറിയാം ഒക്ടോബറിൽ തീർത്താൽ മതി എന്ന്. ഐ നോ ദിസ് ഇസ് എൻ ഓപ്പർച്യൂണിറ്റി. ഒരു 30 ദിവസം കൂടി നമുക്കൊരു എക്സ്ട്രാ കിട്ടും എന്ന് അറിഞ്ഞു തുടങ്ങിയ മുതൽ ആൻഡ് ദർ ഇസ് നോ ലിമിറ്റ്. അതായത് എത്ര റീജൂറി വേണമെങ്കിലും എടുക്കാം. ഒരു സെമ്മിൽ എത്ര റീജൂറി വേണമെങ്കിലും. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു റീസൺ ആക്ച്വൽ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഡിസൈൻ പ്രോസസ്സ് തന്നെയാണ് എൻ്റെ പ്രശ്നം. ഞാൻ എൻ്റെ പ്രോസസ്സ് ഐറ്ററേറ്റ് ചെയ്തിട്ട് എല്ലാരും ഫൈനൽ ഡ്രാഫ്റ്റ് അല്ലല്ല വർക്ക് ചെയ്ത് തന്നെയാണ്. പക്ഷെ ഞാൻ ഹാപ്പി ആയിരുന്നില്ല. ബിക്കോസ് ഡിസൈൻ ചെയ്യുന്നു, നമ്മൾ അത് ഐറ്ററേറ്റ് ചെയ്യുന്നു, വീണ്ടും ഐറ്ററേറ്റ് ചെയ്യുന്നു. അപ്പൊ എല്ലാരും ഫൈനൽ മോഡലൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും ഞാൻ ബട്ടർ ഷീറ്റ് പിടിച്ചിട്ടാണ്. ഒരു ജൂറിക്ക് ഞാൻ ബട്ടർ ഷീറ്റ് കൊണ്ട് പോയിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് എന്റെ പ്രോബ്ലം സോൾവ് ആയിട്ടില്ല. അതൊരു ക്ലാരിറ്റി കുറവുകൊണ്ടാണ് ആ സോൾവ് ആവാഞ്ഞതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ലൈക്ക് സ്റ്റോളൻ സ്ലോ ആയതാണോ അല്ലാന്നുണ്ടെങ്കിൽ പഠിച്ച പ്രോസസ്സിൽ പ്രശ്നമാണോ? സ്ലോ ആയതാണോ എന്നൊക്കെ ചോദിച്ചാൽ ഓഫ് കോഴ്സ് നമ്മൾ കോളേജിന്റെ എല്ലാവിധ ഉഴപ്പുകളും ഉണ്ടായിരിക്കും. ബിക്കോസ് കോളേജ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് കുറെ അറിവുകൾ നേടി നമ്മൾ പുറത്ത് അത് അപ്ലൈ ചെയ്യുക, അതങ്ങനെ ഛർദ്ദിക്കുക, അങ്ങനെയല്ലല്ലോ. ആ പ്രോസസ്സിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്തെങ്കിലും എൻജോയ് ചെയ്യുമ്പോൾ സ്ലോ ആവുന്നു. അപ്പൊ അങ്ങനെ സ്ലോ ആയതാണ്. പക്ഷെ ഈ 2 ഐറ്ററേഷൻ ഞാൻ കൺവിൻസ്ഡ് ആയിരുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് ഈ സ്പേസ് ഇങ്ങനെയെന്ന് ചോദിച്ചിട്ട് നമ്മുടെ മെന്റേഴ്സ് പറയും, ഓക്കെ നീ ഡ്രാഫ്റ്റ് ചെയ്തോ. അതായത് ബട്ടർ ഷീറ്റിൽ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ കൺവിൻസ്ഡ് അല്ല. എനിക്ക് തന്നെ ഇതിൽ മിസ്റ്റേക്ക് കാണാണ്ട് പറ്റുമെങ്കിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ തോന്നില്ല. അപ്പൊ ഞാൻ സീനിയേഴ്സിന്റെ അടുത്തോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു സഞ്ജയ് എന്ന് പറഞ്ഞിട്ട്, സഞ്ജയിന്റെ അടുത്തൊക്കെ പോയിട്ട്, സഞ്ജയ് വൈശാഖ് ഇവരുടെയൊക്കെ അടുത്ത് പോയിട്ട് ഞാൻ തന്നെ എൻ്റെ ഡിസൈനിനെ പൊളിച്ചിട്ട് ഞാൻ ആദ്യത്തെയും തുടങ്ങും. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് സ്ലോ ആയിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി അതൊരു നല്ല ലേണിംഗ് ആണ്. ബിക്കോസ്
ടൈം ലൈൻ എന്താണ്, പ്രോസസ് എന്താണ്, അതൊക്കെ അവിടെ നിന്നാണ് പഠിച്ചത്. ഇപ്പത്തെ സ്റ്റേജിൽ ഇന്ന് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ സ്റ്റുഡിയോയിൽ ഒരിക്കലും ഒരു ഡെഡ് ലൈൻ ഞാൻ വിടില്ല. ബിക്കോസ് അൾട്ടിമേറ്റ്ലി ഡെഡ് ലൈനും സ്കോപ്പും ആണ് മോർ ദാൻ ആ പ്രൊഡക്റ്റ് ഫൈനലി അടിപൊളിയാക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്ന് കൺസൾട്ടിങ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ബിക്കോസ് പ്രൊഡക്റ്റ് ഇനി അടിപൊളിയാക്കാം. ഇപ്പൊ നമ്മൾ ഐഫോൺ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ഐഫോൺ അല്ല, അവർ ഇനി അടിപൊളിയാക്കിയിട്ട് അടുത്ത കൊല്ലം ഇറക്കും. അപ്പൊ നമ്മള് അടുത്ത കൊല്ലത്തെ ഐഫോൺ ഇപ്പൊ ഇറക്കാൻ നോക്കരുത്. നമ്മളൊരു ഡെഡ് ലൈൻ ഇട്ടിട്ട് ആ ഔട്ട് നമ്മൾ ഇപ്പൊ ഡെലിവർ ചെയ്യുക. ആൻഡ് വി വിൽ സേ നെക്സ്റ്റ് ഐറ്ററേഷനിൽ നമ്മൾ ബെറ്റർ ഔട്ട് കൊണ്ടുവരും വിത്ത് ഫീഡ്ബാക്ക്. ഇതിപ്പോ ഒരു ആർക്കിടെക്ചർ പഠിക്കുന്ന സമയത്ത് ആയിരുന്നില്ല ഇങ്ങനത്തെ ഒരു ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ UX-ലേക്ക് തിരിഞ്ഞത്? രണ്ട് കാര്യങ്ങൾ എന്താ കിട്ടിയ? ഒന്ന്, ആർക്കിടെക്ചറിന്റെ മിഡ് സമയത്ത് തന്നെ നമ്മുടെ കോളേജിലെ ഫാക്കൽറ്റീസും നമ്മൾ സാറുമാരൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. അവരും നമ്മുടെ കൂടെ MDesന് എക്സാം എഴുതാനൊക്കെ വരുമായിരുന്നു. അതായത് മാസ്റ്റേഴ്സ് ഡിസൈനിൽ UI/UX എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് പല സമയത്ത് ഒരുമിച്ച് പോയിട്ടൊക്കെ എക്സാം എഴുതിയിട്ടൊക്കെ ഉണ്ട്. അപ്പോഴൊക്കെ UI/UX എന്താന്നുണ്ട്, പക്ഷെ അതിങ്ങനെ ഇത്ര പോപ്പുലർ ആയിരുന്നില്ല അന്ന്. IIT-ലോ ഒക്കെ പോയാല് MDes കിട്ടും. 5 year ആയിട്ടൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ളൂ. അതിന്റെയൊക്കെ മുന്നേ ആണ്. അപ്പൊ ഞങ്ങളെ തേർഡ് ഇയറിലൊക്കെ ഈ എക്സാം എഴുതാൻ പോകും. അപ്പോ ആ സമയത്ത് ഇതിനോടൊരു കമ്പുണ്ടായിരുന്നു. ദെൻ ഞങ്ങളുടെ 4th ഇയർ ഇന്റേൺഷിപ്പ് ആണ്. അപ്പൊ ഇന്റേൺഷിപ്പ് ഞാൻ ബാംഗ്ലൂർ പോയിട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് അവിടുന്ന് കുറെ ഫ്രണ്ട്സിനെ കിട്ടി. IT ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. അപ്പൊ അവര് എനിക്ക് അന്ന് അവര് ചില ആൾക്കാരൊക്കെ ജോബ് ഓഫർ ചെയ്തായിരുന്നു. അതായത് അവരുടെ ക്രിയേറ്റീവ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അന്ന് നമ്മളത് ചെയ്തില്ല. പിന്നെ പാരലലി നമ്മൾ ഫ്രീലാൻസ് എടുക്കാൻ തുടങ്ങി. ഇപ്പൊ എൻ്റെ ഈ 8-9 ഇയർ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 9 ഇയർ ഞാൻ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള 9 ഇയർ അല്ല. അതായത് ഞാൻ എൻ്റെ ആർക്കിടെക്ചർ മിഡിൽ മുതലേ ഞാൻ ഫ്രീലാൻസ് ഡിസൈൻ ചെയ്യുന്നുണ്ട് വിത്ത് റിയൽ ക്ലയൻസ്. അത് കോളേജിലൊന്നും അധികം പറയില്ല നമ്മള്. ബിക്കോസ് അതും ആർക്കിടെക്ചർ അല്ല അധികം ചെയ്തിരുന്നത്. ഡിസൈൻ, ഗ്രാഫിക് ഡിസൈൻ, അതുപോലെ ആപ്പിന്റെ ഇന്റർഫേസ്, അങ്ങനത്തെ പരിപാടികളായിരുന്നു. അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്. ദെൻ എൻ്റെ തീസിസ് പ്രൊജക്ട് ഞാൻ ചെയ്തത് ആമസോണിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. അതായത് ഫൈനൽ ഇയറിന്റെ വലിയ പ്രൊജക്ട് ഉണ്ടാവും, 1 ഇയറിന്റെ പ്രൊജക്ട്. അത് ചെയ്തത് ആമസോണിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. അപ്പൊ ഞാൻ ഒരുപാട് ഈ IT മേഖലയിലുള്ള ആൾക്കാരായിട്ടുള്ള സംസാരം. ഗവൺമെന്റിന് വേണ്ടിയിട്ട് കുറച്ച് UX അത് ഇന്ത്യൻ ഗവൺമെന്റ് അല്ല, അത് ഫോറിൻ അത് പുറത്തിങ്ങനെ അത് NDA. അത് ഭയങ്കര എക്സ്പോഷർ അല്ലേ? എക്സ്പോഷർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പോഷർ ആണ്. പക്ഷെ നമുക്ക് കൺസൾട്ടിങ്ങിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ക്ലയന്റ് ആരാന്ന് ചില ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് വന്ന് പറയും, അതിൽ ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ പറയണമെന്നുണ്ടാവും, ഇത് ചെയ്തത് ഞാനാണെന്ന്. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല ഇഫ് യു ആർ എ കൺസൾട്ടന്റ്. എസ്പെഷ്യലി ഇൻ ബിഗ് ഫോറിലൊന്നും എന്റെ ഫേമിലൊന്നും അങ്ങനെ ഔട്ട് ആക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ ചെയ്തത്. ഐ എം ലീഡിങ് എ സ്റ്റുഡിയോ ആൻഡ് ഐ ഹാവ് എ ഗുഡ് ലീഡർഷിപ്പ്. ഇത് നമ്മുടെ പ്രൊഡക്റ്റ് ആണ്, ഐ എം പാർട്ട് ഓഫ് ഇറ്റ് എന്ന് നമ്മൾ പറയൂ. അങ്ങനെ പറയാനും പാടും. ബിക്കോസ് നമ്മൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരെയും എൻകറേജ് ചെയ്യും. ചിലപ്പോൾ അവരുടെ ഐഡിയാസ് ആവും, ചിലപ്പോൾ നമ്മുടെ ഐഡിയാസ് ആവും, ചിലപ്പോൾ നമ്മുടെ ലീഡറിന് ഐഡിയാസ് ആവും. സോ ഇറ്റ്സ് അവർ പ്രൊജക്ട് നമ്മൾ പ്രൊജക്ട് ചെയ്യാൻ പാടൂ, അല്ലെങ്കിൽ ഇറ്റ്സ് വെരി ഈഗോയിസ്റ്റിക്. മനസ്സിലായി. ഞാൻ ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ഈ പോഡ്കാസ്റ്റിൽ ഡിഫൈൻ ചെയ്യാണ്ടിരിക്കേണ്ട ഒരു സാധനം UI/UX. എന്താണ് UI/UX? എപ്പോഴും എല്ലാവരും എന്താ പറയുക, നിങ്ങൾ ട്രെൻഡിങ് ആകുന്നതിന് മുമ്പ് ഇത് നോക്കിയത് നന്നായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ട്രെൻഡിങ് ആയതിനു ശേഷം ഇതിന് കുറേ ഡെഫിനിഷൻ ഉണ്ട്. അപ്പം UI/UX എന്താണ്? ഞാൻ UX നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെറുതായിട്ട് 2-3 വെബ്സൈറ്റും ഒരിടയ്ക്ക് നോക്കിയിട്ട്. ആ എക്സ്പീരിയൻസ് ഞാൻ പറയാം. അതിന് മുമ്പ് UX എന്താണെന്നുള്ളതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരുന്നു, ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ
ബേസിക്കലി UX കുറേ കാലം മുതലേ ഉള്ള സംഭവമാണ്. 28 വർഷമായിട്ട് ആ ടേം ഉണ്ട്. അത് യൂസറിൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെൻ്റെ പേഴ്സ്പെക്റ്റീവാണ്. ഈ ഡിസൈൻ കാര്യങ്ങളൊക്കെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് പേഴ്സൺ ടു പേഴ്സൺ മാറാം. പിന്നെ ഈ കാലഘട്ടം ഇപ്പോൾ നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞായിരുന്നു, അതായത് ഇപ്പോൾ ആ പടം സീൻ പടമാണ്, ആ പടം പൊളി പടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പൊളി എന്നുള്ള വാക്ക് അടിപൊളി എന്നാണ്. പക്ഷെ ഒരു 40 വയസ്സ് മുന്നേ ജീവിച്ചിരുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാൽ അവർ പറയും പൊളി എന്ന് പറഞ്ഞാൽ ഒരു നല്ലതല്ല എന്ന് പറയും, പൊളിഞ്ഞു പോയത്. അതെ. അപ്പോൾ മാസ് എന്താണോ പറയുന്നത് അതാണ് ഇന്നത്തെ സത്യം ഈ എൻവയോൺമെൻറ്റിൽ. അപ്പോൾ ഇപ്പോൾ എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ യൂസറിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് നമ്മുടെ സെൻസസ് വെച്ചിട്ടാണ്. അതായത് കാഴ്ച, സ്മെല്ല്, ടച്ച്, അങ്ങനെ നമുക്ക് സെൻസറി വെച്ചിട്ടാണ് ഈ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. ആൻഡ് നമ്മുടെ മുന്നത്തെ എക്സ്പീരിയൻസും പാസ്റ്റ് എക്സ്പീരിയൻസും വെച്ചിട്ട്. അപ്പോൾ ആ എക്സ്പീരിയൻസ് ബെറ്ററാക്കാൻ നമ്മൾ ചെയ്യുന്നൊരു പ്രക്രിയയാണ് എക്സ്പീരിയൻസ് ഡിസൈനിങ്, യൂസർ എക്സ്പീരിയൻസ് ഡിസൈനിങ്. ഇനി യൂസർ ഇൻ്റർഫേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ ഇൻട്രാക്ട് ചെയ്യുക ഒരു സിസ്റ്റമായിട്ടായിരിക്കും. സിസ്റ്റം ഇൻ ദ സെൻസ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു മൊബൈൽ അല്ലെങ്കിൽ അതാണ് ഒരു ഡിജിറ്റൽ ഒരു സിസ്റ്റം, അത്ര വിശദീകരിച്ചത്. അപ്പോൾ ഈ സിസ്റ്റമായിട്ടുള്ള ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എന്ത് മീഡിയ ആവാം യൂസർ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ ഇറ്റ് ക്യാൻ ബി വിഷ്വൽ. നമ്മളിപ്പോൾ പറയുന്ന UI എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ്. അതാണ് എല്ലാവരും ഈ UI എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ് ചിന്തിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി ഗ്രാഫിക്കൽ, ഇറ്റ് ക്യാൻ ബി ഫിസിക്കൽ, ഇറ്റ് ക്യാൻ ബി വോയിസ്. സിറി UI ആണ്, അലക്സ UI ആണ്. അപ്പോൾ ഇറ്റ് ക്യാൻ ബി മോഷൻ. AR VR ഒക്കെ വരുമ്പോൾ അത് വേറെ തലത്തിലേക്കായി. അപ്പോൾ UI UX എന്ന് പറഞ്ഞാൽ കോർണർ റേഡിയസ് 16 ഇട്ടിട്ട് സ്മൂത്തൻ ചെയ്യലും കളർ മാറ്റലും മാത്രമല്ല, ഈ ടോട്ടൽ സിസ്റ്റം ഈ ഹ്യൂമണായിട്ട് അല്ലെങ്കിൽ യൂസറുമായിട്ട്, അത് യൂസർ ആവണമെന്നില്ല, ചിലപ്പോൾ നാളെ പട്ടിയെ പൂച്ചയൊക്കെ വന്നിട്ട് ഈ കമ്പ്യൂട്ടറിനായിട്ട് ചർച്ച ചെയ്യാം അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യാം. അപ്പോൾ ആ മീഡിയമാണ് ബേസിക്കലി ഇത്, യൂസർ ഇൻ്റർഫേസ് അതാണ് ഇത്. ഇനി ഇതിനൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ ഈ പൊളിയുടെ കേസ് പറഞ്ഞ പോലെ മാസ് എന്താണോ പറയുന്നത് അത് തന്നെ ആവും. അത് കുറച്ച് കഴിഞ്ഞാൽ ഡിക്ഷണറിയിലും ആ വാക്ക് വരും. ഇപ്പൊ സ്കിബിഡി എന്താ, അങ്ങനെ ട്രലല്ലോ ട്രലല്ല എന്താ നമുക്ക് അറിഞ്ഞൂടാ, കുറച്ച് സംഭവം. അപ്പോൾ അത് വരും, അത് ഡിക്ഷണറിയിലേക്ക് വരും, അത് നോർമലാവും. അങ്ങനെ ആ ഒരു അഡാപ്റ്റ് ചെയ്ത് പോവാന്നുള്ളത് തന്നെയാണ്. അതെ മാറിക്കൊണ്ടിരിക്കും എന്തായാലും. ഇപ്പോൾ പണ്ട് ഞങ്ങൾക്ക് ഓർമ്മ, ഞാൻ ഫസ്റ്റ് ഒക്കെ AI വന്ന സമയത്ത് അവിടെ നടന്നോട്ടെ, പക്ഷെ എല്ലാവരും ഇപ്പം ഞാൻ പറയാം അത് AI ചെയ്യാലോ, എല്ലാവർക്കും അത് മതി, എല്ലാവരും അത് ഓക്കെയാണ്, അത് ആർക്കും ഓക്കെയാണ്. ഫസ്റ്റ് ഒക്കെ അങ്ങനെ AI എന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ അത്ര അടുപ്പിക്കൂല, പക്ഷെ എല്ലാവരും ഓക്കെയാണ്, അത് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു സാധനമാണ്. നബുന് AI വന്ന എന്താ തോന്നുന്നത്, ജോബ് പോവോ? അങ്ങനൊരു ജോബ് പോവെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ് പോവില്ല, അത് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ. ആരുടെ ജോബ് പോവില്ല എന്ന് പറയുന്നത്? അത് ചില ഏരിയാസിലൊക്കെ പോവായിരിക്കും. ഇപ്പം ഇപ്പോൾ UX-ൻ്റെ കേസിൽ നമുക്ക് റിസർച്ച് ചെയ്യണം, എന്തെങ്കിലും ഡാറ്റ വേണം. ഈ ഡാറ്റ നമുക്ക് ഏതെങ്കിലും AI പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അത് ഇപ്പോൾ പറയുന്നത് ഇന്നത്തെ പ്രോസസ്സ് വെച്ചിട്ടല്ലേ? ഇനി ഫ്യൂച്ചറിൽ ആപ്പിനറിയാം നിങ്ങൾ എവിടെ ക്ലിക്ക് ചെയ്യുന്നതെന്ന്, ആപ്പിനറിയാം ഉണ്ടാക്കാൻ. അതായത് AI-ന് നിങ്ങൾ എവിടെ ക്ലിക്ക് ചെയ്യുന്നതെന്ന് അറിയാം, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് അറിയാം, നിങ്ങളുടെ പ്രീവിയസ് ഹിസ്റ്ററി അറിയാം, ഏജ് അറിയാം, ലാബിന്റെ ഡോക്യുമെന്റ്സ് അറിയാം, എത്രാം വയസ്സിൽ ഷുഗർ വരുന്നു എന്ന് അറിയാം, ഇതെല്ലാം അറിയാം. ഒരു ഇന്റേണും കൂടി കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെയാണോ തോന്നുന്നത്? ഞാൻ പറയുന്നത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ പറയട്ടെ. ഒരു മറ്റേ നമ്മളെ അയൺമാൻ്റെ കൂടെ ഒരു ആളില്ല, അതുപോലെയൊക്കെ ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ജോബിൻ്റെ സമയത്ത്
ഈ പണികളൊക്കെ ഈ സിസ്റ്റത്തിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ യൂസർ ഇന്റർഫേസ് ഡിസൈനർ എന്നുള്ള ജോലി ഇല്ല, മാർക്കറ്റിംഗ് മാനേജർ എന്നുള്ള ജോലി ഇല്ല, ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു എല്ലാരും പണി പോകുന്നു, എല്ലാരും പണി പോകുന്നു. അതായത് എന്നിട്ട് ഗവൺമെന്റ് വല്ല ഫിക്സഡ് അല്ല നമുക്ക് തോന്നുന്നു പണികൾ വേറെ ജോബ് ഉണ്ടാവും, വേറെ ടൈറ്റിൽസ് വരാം. അത് വരും, അത് ഓഫ് കോഴ്സ് വരും. അതിന് അഡാപ്റ്റ് ആവുന്നവർ രക്ഷപ്പെടും. ഫോർ എക്സാമ്പിൾ, ഞാൻ 80 കൊല്ലം മുന്നേ വാച്ച് റിപ്പയറിങ് പഠിച്ച് എൻ്റെ, അല്ലെങ്കിൽ ഒരു 60 കൊല്ലം മുന്നേ ഞാൻ വാച്ച് റിപ്പയറിങ് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് വാച്ചും പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഡിജിറ്റൽ വാച്ചിലേക്കായി. പിന്നെ ചൈനയിൽ നിന്ന് വരുന്ന റിപ്പയർ ചെയ്യാൻ പറ്റാത്ത വാച്ചായി. അപ്പം എൻ്റെ സ്കില്ല് അതിനൊപ്പം മാറ്റിയില്ലെങ്കിൽ സെയിം ആണ്. നമ്മൾ CD കട, പണ്ടൊക്കെ CD കട ഭയങ്കരമായിരുന്നു. CD കോമ്പാക്ട് ഡിസ്ക് സ്റ്റോറുകൾ വാടകയ്ക്ക് എടുക്കുക. അത് മാറി നമ്മൾ നെറ്റ്ഫ്ലിക്സ് ഒക്കെ തുടങ്ങിയ സമയത്ത് അതിൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ആർട്ടിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എയും നല്ല അടിപൊളി ആർട്ട് ഉണ്ടാക്കുന്നുണ്ട്, നല്ല ഡിസൈൻസ് ഉണ്ടാക്കുന്നുണ്ട്, നല്ല രസമുള്ള, കാണാൻ രസമുള്ള, നമ്മൾ ആഗ്രഹിച്ച സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡ് ഒരു ആർട്ടിസ്റ്റ് വരയ്ക്കുന്നുണ്ട്, അതല്ലാത്ത വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ അന്നേരം എനിക്ക് മനസ്സിലായൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോസസ്സായിരിക്കും ആ ഒരു ഡോപ്പമീൻ കിട്ടുന്നത്, ആ വാല്യൂ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാനൊരു ആർട്ട് ഉണ്ടാക്കുകയാണ്, ഞാൻ ഈ ആർട്ട് ഉണ്ടാക്കുന്നത് ഒരു സ്ഥലത്ത് പോയി അവിടെ നിന്നൊരു പെയിൻറ്റ് വാങ്ങി, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയി ഇവിടുന്ന് ബ്രഷ് വാങ്ങി, ഈ ക്യാൻവാസിൻ്റെ വേറെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ആയിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ സാധനമായിരിക്കും ചിലപ്പോൾ ലൈക്ക് ഒരു പ്രോസസ്സും പിന്നെ ആ വാല്യൂ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഇനി അതായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. അപ്പം എന്തായിരിക്കും ഒരു ആർട്ടിൻ്റെ വാല്യൂ ഇപ്പോൾ ഉള്ള ഒരു പരിപാടിയിൽ? എൻ്റെ പെർസ്പെക്റ്റീവിൽ ആർട്ട് എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷനാണ്. നമ്മുടെ തോട്ട് അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ളത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ആർട്ട്. ഒരു റെനൈസൻസ് പീരീഡിൻ്റെ മുന്നേ വരെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ആർട്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിനെയോ റിലീജിയനോ ചുറ്റിപ്പറ്റി മാത്രമായിരുന്നു. അതായത് കൃഷ്ണനാട്ടം അല്ലെങ്കിൽ ബൈബിളാണെങ്കിലും അല്ലെങ്കിൽ ചിത്രങ്ങളാണെങ്കിലും ദൈവത്തിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ബൈബിളിലെ ചിത്രങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഈ 2 റിലീജിയൻ പറഞ്ഞത് വിഷ്വലി ഡെപ്പിക്റ്റ് ചെയ്യുന്നത് ഈ 2 റിലീജിയൻ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ റിലീജിയൻ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കാണാം നമുക്ക്. സ്കൾപ്ചേഴ്സ് ആണെങ്കിലും ഏതെങ്കിലും ഗോഡിൻ്റെ, ഗോഡസസിൻ്റെ അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു മൂവ്മെൻറ്റ് വന്നത് റിലയൻസസ് മൂവ്മെൻറ്റിലാണ്. അത് റിലേഷൻഷിപ്പിലോട്ട് മാറിയത്. അതായത് പ്രേമത്തിനെ കുറിച്ച് ഫസ്റ്റത്തതും ഈ പറഞ്ഞ പോലെ നമ്മളൊരു ദൈവത്തിനെ കണ്ട ആൾക്കാരല്ലല്ലോ. അപ്പൊ അതിങ്ങനെ ആ വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആർട്ട് ചെയ്യുന്നത്. മോർ ദാൻ ദാറ്റ് എനിക്ക് മനസ്സിലായത് ഈ സ്കില്ലുകൾ പഠിപ്പിച്ചിരുന്നത് ദൈവാലയങ്ങളിൽ ചുറ്റിപ്പറ്റിയിട്ടുള്ള സ്കൂളുകളിലായിരുന്നു. അപ്പൊ അവിടുന്ന് പഠിപ്പിക്കുന്നത് ഇതൊക്കെ ആയിരുന്നു. ഇതല്ല പോയിന്റ്, ഇത് കോൺട്രവേഴ്ഷ്യൽ പോയിന്റാണ്. ഞാൻ പോയിന്റിലേക്ക് വരാം. ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോഡ് അല്ലെങ്കിൽ റിലീജിയസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടായിരുന്നു അതിനെ ചുറ്റിപ്പറ്റിയായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട്, ഇത് എൻ്റെ ഒബ്സർവേഷനാണ് കേട്ടോ, അത് കഴിഞ്ഞിട്ട് നമ്മൾ റിനൈസൻസ് പീരീഡിലാണ് അത് മാറിയിട്ട് നമ്മൾ നമ്മുടെ റിലേഷൻഷിപ്പ്, ലവ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് സെക്സിനെ കുറിച്ച് ഇതൊക്കെ ആർട്ടായത് അപ്പോഴാണ്. അതും കഴിഞ്ഞിട്ടാണ് നമ്മളെന്ത് നമ്മുടെ ചിന്ത അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്സ് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങിയത്. അതായത് എനിക്ക് ഒരു പ്രത്യേക കാര്യം ഇഷ്ടമല്ല എന്നുള്ളൊരു പോയിന്റ് വരുമ്പോൾ നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ആർട്ട് ചൂസ് ചെയ്ത് തുടങ്ങിയത്. നിങ്ങൾക്ക് ഇപ്പോഴും കാണാം കേരളത്തിലൊക്കെ ആർട്ട് എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷനാണ്, പ്യുവർ എക്സ്പ്രഷനാണ്. പക്ഷെ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ നോക്കിക്കഴിഞ്ഞാൽ അവരിപ്പോഴും റിലീജിയസ് ചിത്രങ്ങളായിരിക്കും വരച്ചിട്ടുണ്ടാവുക. അതല്ലാത്തവരും ഉണ്ട്, ബംഗാളിലും അല്ലെങ്കിൽ പല ഏരിയയിൽ നിന്നും പലരും ഉണ്ട്. പക്ഷെ മോസ്റ്റ് പ്രോബബിളി ഇങ്ങനത്തെ ആർട്ടാണ് സ്വീകാര്യത കൂടുതൽ. അതിന് റീസൺ ഇവിടെ നമ്മളെല്ലാറ്റിനെയും ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യും. പക്ഷെ അവിടെ എഗെയിൻസ്റ്റ് വേറെ എല്ലാതും പോയി കഴിഞ്ഞാൽ സ്വീകാര്യത കുറയുന്ന പോലെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർട്ടിന്റെ ഒരു വാല്യൂ കൂടുന്നതും വരുന്ന സമയത്ത് അതാണ്. അപ്പോൾ ആർട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എൻഡ് ഓഫ് ദ ഡേ എക്സ്പ്രഷനാണ്.
അതാണ് ഞാൻ ഫസ്റ്റും പറഞ്ഞത്. ഇപ്പൊ AI വന്ന AI ഉപയോഗിച്ച് ആർട്ട് എക്സ്പ്രസ് ചെയ്യും. ആർട്ടിന്റെ വാല്യൂ ഇനിയും കൂടുന്നത് അതെങ്ങനെ ആർട്ടാക്കിന്ന് വെച്ചിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ടൈപ്പ് റൈറ്റർ ഇല്ലേ, ടൈപ്പ് റൈറ്റർ യൂസ് ചെയ്തിട്ട് കീസ് യൂസ് ചെയ്തിട്ട് സിറ്റി പോർട്രേറ്റ്സ്, സിറ്റി ലാൻഡ്സ്കേപ്പുകൾ വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ ഞാൻ പണ്ട് ടിക്ടോക്കുള്ള സമയത്ത് ആൾ ഭയങ്കര വൈറലായിരുന്നു. അത് അയാളുടെ മീഡിയമാണ്. നമുക്ക് ആകെ അറിയാം വാട്ടർ കളർ, പേസ്റ്റൽ കളർ, ഓയിൽ പെയിന്റ്, അങ്ങനെ കുറച്ചാണ്. അതല്ലാതെ പല മെത്തഡോളജീസും മീഡിയവും ഇനിയും ഇവോൾവ് ആവും. അപ്പോൾ അതായത് ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയൊക്കെ ആൾക്കാർ ഇത് ആർട്ട്, ചിലപ്പോൾ ഫ്രഷ്ലി കറന്ന പശുവിന്റെ പാലിൽ മിക്സ് ചെയ്തിട്ടുള്ള ആർട്ട് എന്ന് പറയുമ്പോൾ അത് സിന്ധി പശു ആകുമ്പോൾ ചിലപ്പോൾ അതിന് ഒന്നും കൂടി മനസ്സിലായി. അതിന്റെ അങ്ങനെ തന്നെയാണല്ലോ ഇത് ആണ്. അതെ, ലൈക്ക് വേറെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പം എനിക്ക് ഭയങ്കര ആ പ്രോസസ്സിന് ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് വാല്യൂ ഉണ്ട്. അത് വേറെ ആര് വാല്യൂ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നതിൻ്റെ അപ്പുറത്തോട്ട് ഞാൻ അതിന്റെ മേലെ വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു സാധനം കൂടി അതിൽ വരില്ലേ? അത് വരും. അത് വേറൊരു കാര്യം എന്താ വെച്ചാൽ ആർട്ട് നമ്മളെപ്പോഴും പറയുന്ന ഒരു രണ്ട് കാര്യമാണ്. ആർട്ട് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യും, ആർട്ട് മറ്റുള്ളവന് വേണ്ടി ചെയ്യുന്ന മൊമെന്റ് മുതൽ അത് ഡിസൈൻ ആവും. അപ്പോൾ മോസ്റ്റ് ഓഫ് ആർട്ടിസ്റ്റ്സ് ചിലപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആവും. ബിക്കോസ് ആ ആർട്ടിന് മറ്റുള്ളവൻ വില കണ്ടില്ല എന്ന് വരും. ഇപ്പം എൻ്റെ പൊളിറ്റിക്സും നബുവിൻ്റെ പൊളിറ്റിക്സും വേറെ ആയിരിക്കും. ഇപ്പം ഞാനൊരു കാര്യം എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം ഇതിങ്ങനെ എന്നല്ല എന്ന് പറഞ്ഞാൽ അവിടെ തകർന്നു. പക്ഷെ ആസ് എൻ ആർട്ടിസ്റ്റ് അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ആസ് എ ഡിസൈനർ യു ഷുഡ് ഓൾവേസ് ഫോക്കസ് എല്ലാവരുടെയും കാര്യം. അപ്പോൾ ആ ഒരു ലൈക്ക് ഡോപ്പമിനും ആ ഒരു വാല്യൂ നമുക്ക് എത്രത്തോളം നമുക്ക് ഉണ്ടാവുന്നോ അതവിടെ സസ്റ്റെയിൻ ചെയ്ത് പോകും. അപ്പോൾ AI വന്നതുകൊണ്ടും നമുക്ക് അതിന്റെ വാല്യൂ കുറയുന്ന കേസസ് ഒന്നും വരാൻ പോകുന്നില്ല. ആർട്ടിന് അങ്ങനെ കണ്ടാൽ മതി. അതെ, പക്ഷെ ഫേമസ് ആക്കാൻ കാണരുത്. വേറെ കാര്യമുണ്ട്, എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ഫിനാൻഷ്യൽ റിട്ടേൺ നമ്മൾ എവിടെയെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതാ പറഞ്ഞ കൊമേഴ്ഷ്യൽ ആക്കാതെ സെല് ചെയ്യണം എന്ന് പറഞ്ഞ ഇന്റൻഷൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മള് ഔട്ട്കമ്മിലേക്കായിരിക്കും നോക്കുന്നുണ്ടാവുക. അതേ വെച്ച് ചെയ്യാം, അതെന്ത് വെച്ച് വേണം ചെയ്യാം. പെട്ടെന്ന് തീരാ പെട്ടെന്ന് ആക്കാം. അപ്പോഴത്തെ ക്ലയന്റിന് വേണ്ടത് അതിന്റെ ഔട്ട്കം ആണെന്നുണ്ടെങ്കിൽ അത് മതിയായിരിക്കും. അപ്പൊ അങ്ങനെ കാണാതെ നമുക്ക് നമ്മൾ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത്. അപ്പം അതിനങ്ങനെ പറഞ്ഞ് നമുക്ക് എൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അത് ഞാനിപ്പോൾ അടുത്തൊരു സ്റ്റോറിയിൽ ഒരാൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇഫ് നിങ്ങൾ ആർട്ട് പ്രൊഫഷൻ ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗോള് ഫിനാൻഷ്യൽ റിട്ടേൺ ആണെങ്കിൽ യുവർ ആർട്ടിസ്റ്റിക് സോൾ വിൽ ബി ലെസ് ഹാപ്പി. പക്ഷെ നിങ്ങൾ ആർട്ടിസ്റ്റിക് സോള് ഹാപ്പി ആക്കാൻ വേണ്ടിയാണ് ആർട്ട് കരിയർ ആക്കുന്നതെങ്കിൽ കമ്പാരിറ്റീവ്ലി യുവർ ഫിനാൻഷ്യൽ റിട്ടേൺ വിൽ ബി ലെസ്. ബിക്കോസ് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് ബാക്കിയുള്ളവർക്ക് ഇഷ്ടാവാത്തത് കൊണ്ട് നിങ്ങൾക്ക് അത് സെല് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അങ്ങനെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അല്ല, മോസ്റ്റ് ഓഫ് ദ ഡിസൈനേഴ്സും ഒരു ആർട്ടിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർ, ഒരു ആർട്ട് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണ്. അവർ ഒന്നെങ്കിൽ പണ്ട് വരച്ചിട്ടുണ്ടാവും, പണ്ട് എന്തോ ചെയ്തിട്ടുണ്ട്. വര മാത്രമല്ല എന്തോ ആവാം, എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാവാം. എനിക്കൊന്ന് ഈ ഫീൽഡിലേക്ക് വരുന്നത് ആ പാഷനൊക്കെ ഡ്രൈവ് ചെയ്തിട്ട് തന്നെയാണ്. അത് നല്ലതാണ്, അത് കീപ്പ് ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞ പോലെ രണ്ട് ഫേസ് ആയിട്ട് കണ്ടാൽ മതി എന്നുള്ളതാണ് ആ ഒരു ബാരിയർ വെക്കാന്നുള്ളത്. ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ് ക്രിയേറ്റീവ് ബ്ലോക്ക്. അല്ലെങ്കിൽ നമ്മൾ സ്റ്റക്ക് ആവുന്ന ഒരു പോയിന്റ്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്രിയേറ്റീവ് ബ്ലോക്കിൽ തീരെ വിശ്വസിക്കുന്നില്ല. സ്റ്റോളിന്റെ അഭിപ്രായം ഞാനും വിശ്വസിക്കുന്നില്ല. ക്രിയേറ്റീവ് ബ്ലോക്ക് എന്ന് പറഞ്ഞാലേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡിസൈൻ ഒരു ഫിസിക്കൽ ആക്റ്റാണ്. അതായത് കൊഗ്നിറ്റീവ് അല്ലെങ്കിൽ തിങ്കിങ് വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. തിങ്കിങ് അതിന്റെ സ്റ്റാർട്ട് മാത്രമാണ്. ഡിസൈൻ ചെയ്യണമെങ്കിൽ ഫിസിക്കലി നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ജിമ്മിൽ പോകുന്നതിനെ കുറിച്ച് വിചാരിച്ചത് കൊണ്ട് നമുക്ക് മസിൽ ഉണ്ടാവാമെന്ന് പോകുന്നില്ല. നമ്മൾ ജിമ്മിൽ പോണം. അതുപോലെ തന്നെ ഈ ക്രിയേറ്റീവ് ബ്ലോക്ക് വരുന്നത് എപ്പോഴും എപ്പോഴും ഡിസൈൻ ഒരു ഐറ്ററേറ്റീവ് പ്രോസസ് ആയതുകൊണ്ട് എപ്പോഴും 5th or 6th or 10th നമ്പർ ആയിരിക്കും ഫൈനൽ ഔട്ട്. ഈ ക്രിയേറ്റീവ് ബ്ലോക്ക് എന്ന് പറയുന്ന പലരുടെയും പ്രശ്നം, അവനാ 10th
ഔട്ടിന് വേണ്ടിയായിരിക്കും വെയിറ്റ് ചെയ്യുന്നത്, അവരതിന് വേണ്ടിയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് ഫസ്റ്റ് കിട്ടാതിരിക്കുമ്പോഴാണ് അവർ ആലോചിച്ചിരിക്കുന്നത്. ഒരു റീസണിങ് ആക്കിയിട്ടാണ് ഇത് ഇതുകൊണ്ടാണ് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുക. അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ സ്റ്റാർട്ട് വിത്ത് സംതിങ്. എന്തെങ്കിലും വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ യു വിൽ ഹാവ് എന്തെങ്കിലും ടു ഇംപ്രൂവ്. ആ എന്തെങ്കിലും ആണ് നമുക്ക് ഇപ്പൊ കാണുന്ന എന്ത് റിസൾട്ട് ഉണ്ടാവുന്നത്. ഇപ്പോ നമുക്ക് ഇങ്ങനെ പറയാം, ക്രിയേറ്റിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പോയിന്റ്സുകൾ വെക്കാം. ഒന്ന് ഒബ്സർവേഷൻ വെക്കാം, പ്രോസസ്സ് വെക്കാം, പിന്നെ എക്സിക്യൂഷനും വെക്കാം. ഈ എക്സിക്യൂഷനിലായിരിക്കും ചിലപ്പോൾ നമ്മൾ പാളുന്നുണ്ടാവുക, അത് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ക്രിയേറ്റീവ് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ആൾക്കാർ പറയുന്ന പോലെ ഒന്ന് പോയി സിഗരറ്റ് വലിക്കുക അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുക, അതും വേണമെന്ന് ഇല്ല, അതും വേണമെന്നില്ല. ചായ പോലും കുടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ആക്ഷൻ വേണം, എന്തോ ഒരു ആക്ഷൻ വേണം. ഇനി ഇത് തന്നെ ഈ ക്രിയേറ്റിവിറ്റി പറഞ്ഞുകൊണ്ട് ക്രിയേറ്റീവ് ബ്ലോക്കും ക്രിയേറ്റിവിറ്റിയും ലിങ്ക് ആയതുകൊണ്ട് ഒരു വളരെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ പറയാം. നമുക്കൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ആർക്കും ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് ആക്കാനേ പറ്റുള്ളൂ. എനർജി പോലെ തന്നെ നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ഒരു ഫോമിൽ നിന്ന് വേറെ ഫോമിലേക്ക് ആക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇഫ് യു വാണ്ട് ടു ക്രിയേറ്റ് സംതിങ് യു നീഡ് എ ഹ്യൂജ് ലൈബ്രറി ഓഫ് ഡേറ്റ. നിങ്ങൾക്ക് കുറെ അറിവ് വേണം. ഈ അറിവ് വെച്ചിട്ടാണ് നമുക്ക് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് എന്ത് കാര്യം വേണം നോക്കിക്കോ. ഇപ്പോ ഞാൻ സിൽക്കട്ടാണി ഉണ്ടാക്കാൻ പറഞ്ഞ നബുന് സിൽക്കട്ടാണി ഉണ്ടാക്കാൻ പറ്റും? ഇല്ല, ബിക്കോസ് നബുന് അറിഞ്ഞൂടെ എന്താ ഈ സിൽക്കട്ടാണി, ബിക്കോസ് അങ്ങനെ ഒരു വാക്കില്ല എന്റെ പക്ഷെ ഒരു പിങ്ക് കളർ കുതിരേനെ ഉണ്ടാക്കാൻ പറഞ്ഞ നബുന് പറ്റും, കാരണം നബു പിങ്കും കണ്ടിട്ടുണ്ട് കുതിരേനെ കണ്ടിട്ടുണ്ട്. സോ യു നീഡ് ബോത്ത് ടു ക്രിയേറ്റ് സംതിങ്. നിങ്ങൾക്ക് ഒന്നുമില്ലായ്മയൊന്നും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. യു നീഡ് സംതിങ് ടു ഇൻസ്പയർ. ആൻഡ് ഇൻസ്പിറേഷൻ ഫസ്റ്റ് വരുന്നത് നേച്ചറിൽ നിന്നാണ്, ബിക്കോസ് അതാണ് മനുഷ്യനിർമ്മിതമല്ലാത്തൊരു സാധനം. സെക്കൻഡ് തിങ് ആണ് മനുഷ്യനിർമ്മിതമായ സാധനങ്ങൾ. സോ ഐ ക്യാൻ ഗെറ്റ് ഇൻസ്പയർ ഫ്രം ആർക്കിടെക്ചർ, ഐ ക്യാൻ ഗെറ്റ് ഇൻസ്പയർ ഫ്രം മൂവീസ്. ഇതൊക്കെ എനിക്ക് സെക്കൻഡ് ഇൻസ്പിറേഷൻ തരും. നൗ ഫസ്റ്റ് വേണ്ടത് ക്രിയേറ്റിവിറ്റി ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഒരുപാട് വായിക്കുക, അല്ലെങ്കിൽ കേൾക്കുക, അല്ലെങ്കിൽ കാണുക, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുക. ഇത് ഉണ്ടെങ്കിലാണ് ക്രിയേറ്റിവിറ്റി ഉണ്ടാവുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, രണ്ട് ടൈപ്പ് ഓഫ് തിങ്കിങ് ഉണ്ട്, ഡൈവേർജന്റ് തിങ്കിങ്ങും കൺവേർജന്റ് തിങ്കിങ്ങും. ഇത് ഞാൻ ഹ്യൂബർമാന്റെ ഒരു പോഡ്കാസ്റ്റിൽ കേട്ടതാ. അതായത് ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒന്ന് ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിലോട്ട് വരാതെ അവിടുന്ന് തന്നെ സ്പ്ലിറ്റ് ആയിട്ട് നെക്സ്റ്റ് കാര്യങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തു. അത് ന്യൂറോ സയൻസിന്റെ കുറച്ച് കാര്യങ്ങൾ, അതിലേക്ക് ഞാൻ വല്ലാതെ പോകുന്നില്ല. കൺവേർജന്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ കുറെ കൺസ്ട്രെയിൻസ് വെച്ചിട്ട് ഒരു സെന്റർ പോയിന്റിലേക്ക് എത്തുക. അപ്പൊ ഈ ഡൈവേർജന്റ് തിങ്കിങ് ഈസിയർ ആണ്, ബിക്കോസ് കൺസ്ട്രെയിൻസ് ഇല്ല. അപ്പൊ പെൻ എന്ന് പറഞ്ഞ നെക്സ്റ്റ് തിങ് നമ്മുടെ തോട്ടിലേക്ക് ബുക്ക് വരാം, നെക്സ്റ്റ് തിങ് ബാഗ് വരാം, സ്കൂള് വരാം, അങ്ങനെ പോവാം. അതിന് വലിയ പ്രത്യേകിച്ച് ഇതൊന്നും വേണ്ട. പക്ഷെ ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഇൻവേർഡ് ആണ്. നമ്മൾ തന്നെ കുറെ കൺസ്ട്രെയിൻസ് ഇട്ടിട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കുകയാണ്. ഈ ക്രിയേറ്റിവിറ്റി കൂടുന്ന എപ്പോഴാന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് കൺസ്ട്രെയിൻസ് കൂടുമ്പോഴാണ്. ഞാൻ ഒരു പേപ്പർ വന്നിട്ട് എന്തെങ്കിലും വരയ്ക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരു മതിൽ വരച്ചിട്ട് പറയാം അതിന്റെ പിന്നിലെ പശുണ്ട്. പക്ഷെ ഞാൻ പറയാണ് പശുവിന് ഇത്ര ഹൈറ്റ് വേണം, ക്യാമറയുടെ ആംഗിൾ താഴ്ത്തുന്നതാണ്, അങ്ങനെ പല കാര്യങ്ങൾ പറയുമ്പോഴാണ് യു വിൽ ഗെറ്റ് ബെറ്റർ റിസൾട്ട്. അണ്ടർസ്റ്റാൻഡിങ് കിട്ടുമ്പോഴായിരിക്കും അത് ഇത്രയും വലിയ ബ്രീഫ് വേണമെന്നില്ല, ഒരു പോയിന്റ് ആവാം. ബ്രീഫ് നമുക്ക് റിട്ടേൺ കിട്ടുന്നതാണല്ലോ. ബ്രീഫ് നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പൊ ഞാൻ വരയ്ക്കാൻ പറയുമ്പോൾ ഞാൻ തന്നെ ക്ലയന്റിനോട് ചോദിക്കണം, ഓക്കെ നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഓക്കെ നിങ്ങൾ എന്തിനാണ് ഇത്, ഞാൻ വരച്ച സാധനങ്ങൾ എന്താ ചെയ്യാൻ, ഹുക്ക് കിട്ടിയാൽ മതി അല്ലേ? അതെ, എന്തിനാ അത് ചെയ്യുന്നത്. ഇപ്പൊ ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വീട് പണിയണം എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ ഫസ്റ്റ് ചോദിക്കുന്ന കാര്യം നിങ്ങൾക്ക് എന്തിനാ വീട്, അല്ലെങ്കിൽ ഒരു ലോഗോ ഡിസൈൻ ചെയ്യണം, നിങ്ങൾക്ക് എന്തിനാ ലോഗോ ചെയ്യണം എന്ന് പറയുമ്പോ തന്നെ നിങ്ങളുടെ പേര് SM ട്രേഡേഴ്സ് ആണല്ലേ, എസും വെച്ചു എമ്മും വെച്ചു അങ്ങനെയല്ല പരിപാടി. അതെന്തിനാ?
അത് അവര് ഇതിന്റെ ആവശ്യം എന്താ, പർപ്പസ് എന്താ? ടോട്ടൽ ആ ബിസിനസിന്റെ സർവീസ് ബ്ലൂ പ്രിന്റ് നമ്മുടെ മനസ്സിൽ വരണം. ഏതൊക്കെ സ്ഥലത്താണ് അവർ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. ഞാൻ വരയ്ക്കുന്നത് ഒരു 1 ഡയമെൻഷണൽ ലോഗോ ആണെന്ന് വിചാരിക്കുക, അതായത് ലൈൻ പോലത്തെ ഒരു ലോഗോ ആണെന്ന് വിചാരിക്കുക. ദ മൊമെന്റ് യു സ്റ്റാർട്ട് പ്രിന്റിങ് ഇറ്റ്, പണി കയ്യിന്ന് പാളും. കാരണം ലൈൻ തിക്ക് കുറവായിട്ടുള്ള പ്രിന്റ് വില കൂടും. ഷർട്ടിലൊക്കെ ടീഷർട്ടൊക്കെ അടിക്കാൻ നേരത്ത് സ്മഡ്ജ് ആവും അത്. പക്ഷെ അത് 2 ഡയമെൻഷനിൽ ആയിരുന്നു ആ ലോഗോ എങ്കിൽ കുറച്ചും കൂടി എളുപ്പമാവും. അപ്പൊ ഈ ഡിസൈനർ ആണ് തീരുമാനിക്കേണ്ടത്, ഇത് സ്കെയിലബിൾ ആവണോ, ഇയാൾ എവിടൊക്കെ ഇത് യൂസ് ചെയ്യും, ഇത് ഫേവ് ഐക്കൺ ആവോ, പ്ലേസ്മെന്റ് ആണ് നോക്കണ്ടെന്നുള്ളൊരു. നോട്ട് ജസ്റ്റ് പ്ലേസ്മെന്റ്, എന്തിനൊക്കെ അത് ഉപയോഗിക്കും, ആരൊക്കെ അത് ഉപയോഗിക്കും. ഇപ്പൊ ഞാനിത് എന്റെ ലോഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലോഗോന് കളർഫുൾ ലോഗോ കൊടുക്കുക. പക്ഷെ എന്റെ കളർ ബ്ലൈൻഡ് ആൾക്കാരുടെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ ഒരു ഡെന്റൽ ഹോസ്പിറ്റലിന്റെ പേര് എസ്തെറ്റിക്സ്, വയസ്സായിട്ടുള്ള ഒരാൾ എസ്തെറ്റിക്സ് എന്ന പല്ല് തെറിച്ചു. അതെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങള് എന്നുവെച്ചാല് നോക്കിയൊരു അപ്പൊ നമ്മുടെ പ്രശ്നം എന്താ പറയുക, ഈ ബിസിനസ്മാൻമാരുടെയും ഡിസൈനേഴ്സിന്റെയും പ്രശ്നം, ഇവരുടെ ഈ കഴിവുണ്ടല്ലോ, ഇവര് ഈ ഡിസൈനിൽ ഇതങ്ങോട്ട് കാണിച്ചു കൊടുക്കാൻ നോക്കും. അപ്പൊ അതായത് ചിലവര് മറ്റേ ഗ്രീക്കിൽ ഇതിനർത്ഥം ഇതാന്നൊക്കെ പറഞ്ഞു വരും. എനിക്ക് അങ്ങനത്തെ ക്ലയന്റ് ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും അങ്ങനത്തെ ക്ലയൻസിനെ. ഞാനൊരു ക്ലയന്റിനോട് എക്സ്പീരിയൻസ് എന്താ വെച്ചാൽ, നമ്മള് മീറ്റിങ്ങിന് പോയി, കുറച്ച് പ്രായമുള്ള ആളാണ്. അപ്പൊ ആളെടുത്ത് നിങ്ങളെ ബ്രാൻഡിന്റെ വിഷൻ എന്താന്ന് ചോദിക്കുമ്പോൾ മൂപ്പർക്ക് അങ്ങനെ ബ്രാൻഡിന്റെ വിഷനായിട്ട് പറയാനൊന്നും ഉണ്ടാവില്ല. പക്ഷെ മൂപ്പര് തുടങ്ങിയത് എങ്ങനെ ആയിക്കുമ്പോ മൂപ്പർക്ക് കുറെ കഥ പറയാനുണ്ട്. മൂപ്പരടുത്ത് അതേ കിട്ടുള്ളൂ, അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ വേറൊരിടത്ത് പോകുമ്പോഴത്തേക്ക് അയാള് കറക്റ്റ് റിട്ടേൺ ആയിട്ടുണ്ട്, വിഷൻ എന്താണ്, മിഷൻ എന്താണ്, ഇതെന്താണെന്നുള്ളത്. പക്ഷെ മൂപ്പരെ സ്കെയിൽ ആലോചിക്കുമ്പോ അത് കണക്റ്റഡ് അല്ല. അത് മാത്രല്ല മൂപ്പരെ ആക്ടിവിറ്റീസ് നോക്കുമ്പോ അത് കണക്റ്റഡ്, അത് പേപ്പറിലുള്ളത് മാത്രമാണ് വിഷയം. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നാളെ പോയിട്ട് ജങ്ക് ഫുഡ് അടിച്ച് അങ്ങനെയാണ് എന്റെ ലൈഫ് സ്റ്റൈൽ എങ്കിൽ ഡസന്റ് മേക്ക് എനി സെൻസ്. ഇത് തമ്മിൽ കണക്റ്റഡ് ആവണം. ആ പോയിന്റിലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞൊരു സാധനമുണ്ട്, ഡിസൈനേഴ്സ് ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആണ്, ഡിസൈനേഴ്സിന് സംസാരിക്കാൻ ഒരു സ്പേസ് ഇല്ല എന്ന് എനിക്ക് തോന്നിയ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇവര് സ്കില്ല് പഠിച്ചിട്ടുണ്ട്, ഇവർ യൂട്യൂബ് നോക്കിയിട്ടും അതല്ലാതെ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇവർക്ക് അറിയാം ഇതെങ്ങനെ ചെയ്യണമെന്നുള്ള. പക്ഷെ അവിടെ ചെയ്തൊരു മിസ്റ്റേക്കും കൂടിയുണ്ട്. അവർ പഠിച്ച മെത്തേഡിൽ ഒരു സാധനം പഠിച്ചിട്ടില്ല. ഇവരെ സെല്ല് ചെയ്യാനോ അല്ലെങ്കിൽ ഇവരെ പെർസ്പെക്റ്റീവ് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് അത് നമുക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളും പഠിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു മീഡിയം കറക്റ്റ് ഇല്ല. മാത്സ് നമുക്ക് കറക്റ്റ് കണക്കൂട്ടി അവിടെ ഇന്നതാണെന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ സെയിൽസിൽ നമ്പേഴ്സ് അവിടെ ഉണ്ട്. ഇതിനങ്ങനെ അളക്കുന്ന സെറ്റപ്പ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിൻ്റെ മേലെ കോൺഫിഡൻസും ഇല്ല ഒരു സാധനത്തെക്കുറിച്ച് ഉറച്ചു പറയാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ മറ്റേ ഡിസൈനും ആർട്ടിനെയും ഡിഫൈൻ ചെയ്യുന്നിടത്ത് തന്നെ കുറേ നിലപാടുകളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. മാത്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും. അപ്പം അതുകൊണ്ടും ആയിരിക്കാം ഈ പറഞ്ഞ ഒരു ഫ്രസ്ട്രേറ്റഡ് ഡിസൈനേഴ്സ് ഇവിടെ ഉണ്ടാവുന്നതും, അവർക്ക് അവരെ കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയാനുള്ള ഒരു ധൈര്യം ഇല്ലാത്തതും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്പേസ് കിട്ടാത്തതൊക്കെ. അപ്പോൾ ചില കമ്പനീസിലൊക്കെ പോയി കഴിഞ്ഞാലും അവിടെ ഡിസൈനേഴ്സിനുള്ളൊരു വാല്യൂ എന്ത് പറഞ്ഞാലും കുറവ് തന്നെയാണ്. സെയിൽസിൻ്റെ ഒരു ടാർഗറ്റ് അടിക്കുന്നതും ഒരു ഡിസൈനറിന് കിട്ടുന്ന ഒരു വാല്യൂ വേറെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ നൗ അൾട്ടിമേറ്റ്ലി ഒരു ബ്രാൻഡിൻ്റെ ഗോൾ എന്താണ്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ഗോൾ എന്താണ്, അതിനെ ആസ്പദമാക്കിയായിരിക്കും ഈ ഡിസിഷൻ. ഞാൻ എൻ്റെ റവന്യൂലെ ഗ്രാഫ് മേലയ്ക്ക് പോലാണ് എൻ്റെ ഗോളെങ്കിൽ ഞാൻ എൻ്റെ ആരെയാണ് കൺവിൻസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ മിക്കവാറും VPസിനെയോ ഇൻവെസ്റ്റേഴ്സിനെയോ ഹയർ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ആയിരിക്കും ഞാൻ കൺവിൻസ് ചെയ്യേണ്ടി വരിക. അവരെ കൺവിൻസ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവർക്ക് എന്താ വേണ്ടത്? ഈ ഗ്രാഫ് കൂടണം. അപ്പൊ ഈ ഗ്രാഫ് എങ്ങനെ കൂടാമെന്നുള്ള കഥ വേണം നമ്മൾ അവരുടെ അടുത്ത് പറയാൻ. അല്ലാതെ പച്ച കളറ് എർത്തിനെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നാട്ട് കിട്ടും. നമ്മൾ പറയേണ്ടത്
ഓക്കെ ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ ഇത്ര കസ്റ്റമേഴ്സ് കൂടുതൽ വരും, ഇത്ര വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഗ്രാഫ് കയറ്റാം. ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരെ കൺവിൻസ് ആയിട്ട് അത് നമ്മൾ ആക്ഷൻ ചെയ്തിട്ട് അതിന്റെ റിട്ടേൺ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ആ മൊമെന്റ് മുതൽ പിന്നെ നമ്മൾ പറയുന്നതാണ് ഇവര് അപ്രോച്ച് ചെയ്ത് പറയാം. ഇപ്പൊ എക്സാമ്പിൾ പറയാം, ഇപ്പൊ കളറിന്റെ കേസ് തന്നെ പറയാം. സ്വിഗ്ഗിയും സൊമാറ്റോ ഉണ്ട്. റെഡ് കളറ് ഒരു വിശപ്പിനെ സൂചിപ്പിക്കുന്നു എന്നാണ് കളർ സൈക്കോളജി ഉണ്ടാവുക. പിന്നെ ഓറഞ്ചും ഇതേപോലെ എനർജറ്റിക് ഇതുകൊണ്ടാണെന്നാണ് എല്ലാവരും വിശ്വസിച്ചത്. ഓക്കെ, ഇനിയിപ്പം ഞാനിപ്പോ ഒരു ആർഡർ കളർ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഇവര് രണ്ടാളല്ലാത്ത വേറെ കളർ കൊണ്ടുവരണം, അതേ ചിന്തിക്കുള്ളൂ. ഓക്കെ, റെഡ് എന്തായാലും കൊണ്ടുവരാൻ പറ്റില്ല, സൊമാറ്റോ ഉണ്ട്, സൊമാറ്റോന്റെ ഇടയിൽ നമ്മൾ പോകാൻ പറ്റില്ലല്ലോ. ഇനി സ്വിഗ്ഗി ഉണ്ട്, സ്വിഗ്ഗിന്റെ അടുത്തും പോകാൻ പറ്റില്ല. അപ്പൊ ഇവരല്ലാത്ത വേറെ ഏതൊരു കളർ കൊണ്ടുവരണം. അതിലെന്തിനാ ഇമോഷൻ അതിലാണെന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അവിടെ. ഇല്ല, ഞാൻ ഇതിന് ഉത്തരം പറയാം. ഈ ഇമോഷൻ ഇല്ലേ, ഇതൊരു കഥയാണല്ലോ. ഈ കഥ എങ്ങനെ വേണമെങ്കിൽ പറയാം. ഞാനിപ്പോ നാളെ പച്ച കൊടുത്തിട്ട് പറയാണ്, പച്ച നമ്മള് ഗ്രീൻ എക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എങ്ങനെ വേണമെങ്കിലും കഥ ടൈപ്പ് ചെയ്യാം. ഈ കഥ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത് നമുക്ക് പറയാനുള്ള കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള മീഡിയം മാത്രമാണ്. അത് ഈ പച്ച അങ്ങോട്ട് കാണുമ്പോ വിശക്കൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ മറ്റേ ട്രാഫിക്കിൽ ചുവന്ന ലൈറ്റ് കാണുമ്പോ വിശക്കണ്ടേ? അതാ ഞാൻ റെഡ് ലവ് ആണ്, റെഡ് ഡേഞ്ചർ ആണ്. എന്താ അപ്പൊ ഇത് ഞാൻ പറയട്ടെ, ഇത് നമ്മൾ പറയുന്നത് എന്താണോ അത് പ്രാക്ടിക്കലായിട്ട് ആൾക്കാർക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആണ്, അവര് സമ്മതിക്കും. ഈ അപ്രോച്ച് ചേഞ്ച് ചെയ്താൽ മതി. ലൈക്ക് ഡിസൈനേഴ്സ് പഠിച്ചൊരു അപ്രോച്ച് ഉണ്ട്, ഇത് ഇന്നതാണ് അങ്ങനെ പറയുന്ന ഡിസൈനേഴ്സ് ഉണ്ട്. എന്താണെന്നറിയോ, ഈ ഡിസൈനേഴ്സ് മിക്കവാറും ഇത് ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിച്ചതാവും. എന്നിട്ട് ഇവര് ഇവിടെ വന്നിട്ട് ഇയാളോട് പറയാണ്. അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ ഇതിന് പ്രൂഫില്ല. ചോന്നതായോണ്ട് ഇങ്ങനെ ആയി എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. റെഡ് ഭയങ്കര ഇതാണെന്ന് പറഞ്ഞിട്ട് സൈക്കോളജി ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ആക്ച്വലി കളർ സൈക്കോളജി ഒക്കെ എവിടേക്കോ ഈ സൈക്കോളജി നമ്മളാണ് ഉണ്ടാക്കിയത്. അതെ, അല്ല സൈക്കോളജി ഉണ്ടാക്കാൻ എവല്യൂഷൻ പ്രിൻസിപ്പിൾ ഉണ്ട്. അത് ഞാൻ പറയാൻ വേണമെങ്കിൽ സൈക്കോളജി ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, പീപ്പിൾ ലവ് കേർവ്സ് എല്ലാ അർത്ഥത്തിലും. ഇപ്പൊ ഏറ്റവും ഭംഗിയുള്ള കാർ ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയും 911 ആണ്, പോർഷെ ആണ്. ബിക്കോസ് ഇറ്റ് ഹാവ് ലോട്ട് ഓഫ് കേർവ്സ്. ഈവൻ എന്ത് കേർവി സാധനം എടുത്താലോ ഫ്രൂട്ട് എടുത്താലോ ഒക്കെ കേർവ്സ് ആണ്. സോ ബേസിക്കലി പണ്ട് നമ്മൾ ഹണ്ടിങ് ആൻഡ് ഗാദറിങ് ചെയ്തിരുന്ന സമയത്ത് കേർവ് ഷോസ് നിങ്ങൾക്ക് കിട്ടാൻ പോവാണ്, നിങ്ങൾക്ക് ഫുഡാണ്, നറിഷ്മെന്റ് ആണ്, അങ്ങനെ ഒരു സൈക്കോളജി ഉണ്ട്. ഇഫ് ഇറ്റ് ഷാർപ്പ് അറ്റാക്ക് അല്ലെങ്കിൽ ബിറ്റർ അല്ലെങ്കിൽ കയപ്പുള്ള എല്ലാ സാധനവും കൂർത്തിട്ടാണ്. ക്യൂട്ട് ആൻഡ് കേർവി സാധനങ്ങളൊക്കെ സ്വീറ്റാ. ആൻഡ് അതിനൊക്കെ പോപ്പ് കളേഴ്സാ. മഞ്ഞ, നീല കളറുള്ള ഒരു ഫ്രൂട്ട് ഇല്ല. ഉണ്ട്, ചില ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര ബ്രൈറ്റ് നീല കളർ ആവുമ്പോഴാണ് അത് കഴിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ചോപ്പ്, മഞ്ഞ എഡിബിൾ ആണെന്നൊരു ഫീൽ ഉണ്ട്. അപ്പൊ അവിടുന്നാണ് എസ്തെറ്റിക്സ് തന്നെ വരുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ കളർഫുൾ സാധനങ്ങൾ യൂസ് ചെയ്യുന്നത്, ഇടുന്നതൊക്കെ. ഇനി സിമെട്രിക്കൽ ആയിട്ടുള്ള സാധനങ്ങളിനോട് മനുഷ്യനൊരു ഇഷ്ടമുണ്ട്. കാരണം എന്താ വെച്ചാൽ അസിമെട്രിക്കൽ ആയിട്ടുള്ള സാധനത്തിന് എന്തോ പാകപ്പഴുള്ള പോലെ, എസ്പെഷ്യലി ഈസ്റ്റേൺ വെസ്റ്റേൺ കൾച്ചറിലുണ്ട്. അതായത് ഇപ്പൊ ഒരു ആപ്പിൾ ഉണ്ടെന്ന് വിചാരിക്കുക, അതിന്റെ ഒരു സൈഡ് ഇങ്ങനെ ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ പുഴുണ്ടോ എന്ന് ഡൗട്ട് വരും. ചിലപ്പോൾ നല്ല ആപ്പിൾ ആവും. അതുകൊണ്ടാണ് ഈ ഫ്രൗണിങ് ഫേസ് ഇങ്ങനെ നെറ്റി ചുളിക്കുമ്പോഴൊക്കെ നമുക്ക് ഇഷ്ടമല്ലാത്തത്. എപ്പോഴും സിമെട്രിക്കൽ ആവുന്ന സാധനങ്ങളോടായിരിക്കും നമുക്കൊരു കുറച്ചും കൂടി ഇഷ്ടം, അട്രാക്ഷൻ തോന്നുക. അപ്പോ കളർ സൈക്കോളജി ആക്ച്വലി ഇവല്യൂഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പോ റെഡ് എടുത്താൽ തന്നെ നൈറ്റ് ക്ലബിലും ബാറിലൊക്കെ ഡിം ലൈറ്റ് ആൻഡ് റെഡ് ലൈറ്റ് കൊടുക്കുമ്പോൾ ബേസിക്കലി ലൈറ്റ് കുറഞ്ഞ് റെഡ് ആവുമ്പോൾ പ്യൂപ്പിൾസ് ഒരു പ്രത്യേക ഫോക്കലിലേക്ക് പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാണുന്ന ആൾക്ക് കണ്ണിലൊരു തിളക്കം ഫീൽ ചെയ്യും. ഈ സെയിം തിളക്കാണ് ഇഫ് യു ആർ അട്രാക്റ്റഡ് ടു അനദർ പേഴ്സൺ നമുക്ക് ഉണ്ടാവുക. മനസ്സിലായോ? അതായത് എനിക്കൊരാളോട് അട്രാക്ഷൻ തോന്നുമ്പോൾ എന്റെ കണ്ണിൽ ഉണ്ടാവുന്ന സെയിം തിളക്കാണ് ലൈറ്റ് ഡിം ചെയ്യുമ്പോൾ. അതാണ് ഈ ബാറിൽ ഹുക്കപ്പ് ആവാൻ
ചാൻസസ് കൂടുന്നത്. ബിക്കോസ് രണ്ടുപേരും വിചാരിക്കും അയാൾക്ക് എന്നെ ഇഷ്ടമായി, എനിക്ക് അയാളെ ഇഷ്ടമായി. ബാറിൽ കണ്ണ് ഭയങ്കര തിളങ്ങിയ കണ്ണുപോലെ ഫീൽ ചെയ്യും. അപ്പോ ആക്ച്വലി ഇവല്യൂഷൻ ആണത്. അത് പേഴ്സൺ ടു പേഴ്സൺ, റീജിയൻ ടു റീജിയൻ, ജോഗ്രഫി ടു ജോഗ്രഫി മാറും. അപ്പൊ കളർ സൈക്കോളജി ഉണ്ട്, ഇല്ല എന്നല്ല. നൗ കളർ സൈക്കോളജി വെച്ചിട്ട് ഈ കളർ സൈക്കോളജി ഉണ്ടെന്നും പറഞ്ഞിട്ട് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ അടുത്ത് പറയുന്നത് അതില്ല. ഇപ്പൊ ബൈജൂസിന്റെ പേർപ്പിളാ. നമ്മൾക്കെല്ലാം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ബ്ലൂ ആണ്. പിന്നെ ഗ്രീൻ ഉണ്ടോ? ഗ്രീൻ അല്ല, ബ്ലൂ ആണ്. എഡ്യൂക്കേഷൻ ഫേം ബ്ലൂ വൈറ്റ് ഒക്കെയാണ്. ബൈജൂസ് അത് മാറ്റിയിട്ടുണ്ട്. പിന്നെ കാഡ്ബറിന്റെ പർപ്പിൾ, അത് ലവിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഭയങ്കര ഒരു റോയൽ അല്ലെങ്കിൽ ഭയങ്കര ഒരു പ്രീമിയം ആ ഒരു സാധനമുണ്ട്. അപ്പൊ ഇത് കഥ അറിയോ? കഥ അറിയില്ല. പർപ്പിൾ എന്തുകൊണ്ടാ പ്രീമിയം ആയത്? ഇല്ല. പർപ്പിൾ പണ്ട് സ്നെയിൽസിന്റെ ഒരു പ്രത്യേകതരം സ്നെയിലിന്റെ ഷെല്ലിൽ നിന്നും ഉണ്ടാവുന്നതായിരുന്നു. ഈ സ്നെയിലിന്റെ ഷെല്ല് ഭയങ്കര റയറാ. വേറെ എവിടുന്നും പർപ്പിൾ കിട്ടില്ല. വേറെ പർപ്പിളൊക്കെ എക്സ്ട്രാക്ട് ചെയ്ത ബ്ലാക്ക് ആവും. ഈ സ്നെയിലിന്റെ ഷെല്ലിൽ നിന്ന് എടുത്ത ഈ എക്സ്ട്രാക്ട് കൊണ്ട് മാത്രമാണ് ഈ പർപ്പിൾ ഡൈ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് വെരി റയർ. അതുകൊണ്ട് ക്യൂൻ വിക്ടോറിയയുടെ മാത്രമേ അതുള്ളൂ. ഇതൊക്കെ ഇവല്യൂഷൻ ആണ്. പക്ഷെ ഇതിങ്ങനെ ഇവോൾവ് ആവും. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ പർപ്പിൾ ആർക്കും വേണ്ടാത്ത കളറാവും. കാരണം 5 ഉൾപ്പെടെ 5 പർപ്പിൾ ആണ്. നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റൂലേ? തന്നെ മാറും. അത് ഡിസൈനേഴ്സ് പറയില്ല. ഒരു പോയി പറയുന്നത് ഇത് ഇതുകൊണ്ടാണ് എന്നുള്ളതാ പറയാ. നമ്മൾ എന്തിനും ഇത് വെക്കണം. ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡ് എന്താണ്? ഇപ്പൊ മറ്റു ചില കളേഴ്സ് ഉണ്ട്. ഇപ്പം ഭയങ്കര ഒരു നമുക്കൊരു ക്ലയന്റ് വന്നിട്ടുണ്ടായിരുന്നു. ക്ലയന്റ് ദുബായിൽ ഒരു 75 സ്റ്റോർ ഉണ്ട്, 175 സ്റ്റോർ ഉണ്ട് മെഡിക്കൽ. ഇവര് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവര് പകല് ഈ കളറ് തീരെ കാണുന്നില്ല. ഒരു ഗ്രീൻ ആണ്, ലൈറ്റ് ഗ്രീനാ. അത് മാത്രമല്ല ഡിം ആവുന്നുണ്ട് കളർ പെട്ടെന്ന്. അപ്പൊ അവിടെ നമുക്കൊരു കളർ വെക്കാൻ പറ്റും. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ സണ്ണിന്റെ റിയാക്ഷന് കുറച്ചും കൂടി കുറച്ചിട്ട് കുറച്ച് കീപ്പ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സസ്റ്റൈനബിലിറ്റി ഉള്ള കളേഴ്സ് ഉണ്ട്. അപ്പൊ അവിടെ അതാണ് വർക്ക് ആവുന്നത്. ആക്ച്വലി അതാണ് ഡിസൈൻ. അതാണ് ഡിസൈൻ. അപ്പൊ അത് വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഈ സാധനം മനസ്സിലാവും. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മള് പിച്ചിനും വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയത്. ആക്ച്വലി ഇങ്ങനത്തെ ഒരു കളേഴ്സും ഒരു ഡമ്മി ലോഗോ ഒക്കെ ഉണ്ടാക്കി. ആ ലോഗോക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. ലോഗോ ഇതെന്താ അറിയോ, 175 സ്റ്റോർ ഒരു കുറെ വർഷങ്ങളായിട്ട് ദുബായിലുള്ളതാ. സെയിൽസിൽ ഒരു ഡിപ്പും ഇല്ല, നല്ല ഹൈ ആണ്, ഒരു പ്രശ്നമില്ല. പ്രശ്നം പറ്റിയത് എവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ ഓണേഴ്സിന്റെ കോമ്പറ്റേറ്ററിന്റെ പേരും 24 ഉണ്ട് ഇതിന്റെ. അപ്പോൾ ഇവർ വിചാരിച്ചു ഓക്കെ ഇത് 24 hours ഓണാണ്. കോമ്പറ്റേറ്ററിന്റെ പേരും ഇതും രണ്ടും അടുത്തടുത്ത് തന്നെയാണ് സ്റ്റോർ. പക്ഷെ ഇത് വായിക്കുമ്പോൾ ഈ സ്റ്റോർ 24 hour ഓണാണെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഓക്കെ, പക്ഷെ മറ്റേ പേര് കാണുന്നില്ല. അതിന് മുമ്പൊരു പേരുണ്ട്, അത് കാണുന്നില്ല. അത് രാത്രി ഡിമ്മായി. ഈ ഡിമ്മായത് കളറിന്റെ പ്രശ്നം കൊണ്ടാ, ലൈറ്റിന്റെ പ്രശ്നം കൊണ്ടാ. രാവിലെ നോക്കുമ്പോൾ ഈ കളറേ കാണുന്നില്ല, അങ്ങനത്തെ പ്രശ്നം. ഇത് മനസ്സിലാക്കാൻ ഇത്രയും സമയമെടുത്ത്. അപ്പൊ അത് ഡിസൈനർ ചെയ്ത മിസ്റ്റേക്കാ. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ടോട്ടൽ ബ്ലൂ പ്രിന്റ് ഇത് എത്രത്തോളം സ്കെയിലബിൾ ആവും എന്നുള്ളത് ഇതെല്ലാം മനസ്സിലാവാതെ നമ്മളൊരു റൂമിനുള്ളിൽ ഇരുന്നിട്ട് ഒരു നോട്ട്ബുക്കിൽ ഇരുന്നിട്ട് പിൻട്രസ്റ്റിൽ നോക്കിയിട്ട് ഒരു കളർ എടുത്ത കാര്യമില്ല. ഈ തിരുവനന്തപുരം ലുലുക്ക് പോകുന്ന വഴി, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഒരു ബോർഡ് ഉണ്ട്. അപ്പൊ അവിടെ എന്തോ ഒരു ഫ്രൂട്ടിന്റെ എന്തിന്റെയോ ഒരു സ്റ്റോർ ഉണ്ട്, എന്തോ ഒരു എഡിബിൾ സാധനത്തിന്റെ സ്റ്റോർ ഉണ്ട്. അതിന്റെ ഫ്ലക്സ് അതിന്റെ മുകളിലുണ്ട്. അതിന്റെ താഴെ ഒരു ഹോസ്പിറ്റലിന്റെ ഫ്ലക്സ് ഉണ്ട്. എന്നിട്ട് എനിക്ക് അറിഞ്ഞൂടത് ആരാ ചെയ്തതെന്ന്. അതില് കീറാതെ മറ്റേ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ കോക്കനട്ടിന്റെ ടെൻഡർ, അതായത് ഇളനീരിന്റെ മുകളിൽ ഒരു ഹോൾ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ എന്താ വിചാരിച്ചെന്നത് കുറെ കാലം ഇത് ബിരുടെ പരസ്യമാണ്. അതായത് കോക്കനട്ട്, ഇളനീരിന്റെ സ്ട്രോ. കാരണം ഈ ക്യാപ്ഷൻ ഒരു ചെറുതാക്കി സൈഡിൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ തൊട്ടു മുകളില് വേറൊരു കടയുടെ സിമ്പിൾ ഉണ്ട്. അതായത് എന്തോ ഡേറ്റ്സിന്റെയോ എന്തോ ഒരു ഫുഡിന്റെ സാധനം. അപ്പൊ ഞാൻ ഇത് രണ്ടും കണക്ട് ചെയ്തിട്ടാണ് ഇത്. ഈവൻ ദോ അതിന് സെപ്പറേഷൻ ഉണ്ടെങ്കിലും എന്റെ ബ്രെയിൻ ഇത് രണ്ടും കൂടി എടുക്കുമ്പോ ഫീഡ് ആവുന്നത് ആ ഏരിയ എന്തോ ഫുഡിന്റെ ഒക്കെ കിട്ടുന്ന ഏരിയ ഉണ്ടെന്നാണ്. ഇത്ര പൈസ മുടക്കി ഇത് വെച്ചത് വെറുതെ.
ഇത് എന്റെ മാത്രമാണ്. ഇങ്ങനെ ഒരു 10 ആൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അല്ല ടൈം ടു ഉണ്ടാവും. ചേഞ്ച്. ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ പറഞ്ഞ ക്ലയന്റിന്റെ കേസ്, ആ ക്ലയന്റ് വന്നിട്ടാണ് ഇങ്ങോട്ട് പറയുന്നത്. ആൻഡ് ഇതിന്റെ പ്രശ്നം എന്താണെന്നുള്ളത് ഇത് ഇപ്പൊ ക്ലയന്റ് വന്നിട്ട് പറഞ്ഞെന്താ അറിയോ, ഇത് ഇന്നത് കൊണ്ടാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, എന്തോ പ്രശ്നമുണ്ട്, റീബ്രാൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ദുബായ് പോയിട്ടില്ല, എല്ലാവരും നാട്ടിലായിരുന്നിട്ടുള്ള, നമ്മൾ ഇവിടുന്ന് അതിന്റെ പ്രശ്നം എന്താണെന്നുള്ളത് നോട്ട് ചെയ്ത് കറക്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തു. ഇത്ര സ്പേസിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്, ഇത് സെയിം സൈസിങ് വേണം, സെയിം സ്പേസിങ് വേണം, എന്നാലേ വായിക്കുമ്പോൾ പറ്റുള്ളൂ, പിന്നെ കളർ ഇത്രയും കൂട്ടണം, ഇത്ര കുറവാൻ പാടില്ല. ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്തിട്ട് കൊടുത്ത്. അപ്പോൾ ക്ലയന്റ് ഭയങ്കര ഓക്കെ, ഇത് തന്നെയാണ് എനിക്ക് വേണ്ടത്, ഇതുകൊണ്ടാണ് അത് എന്നുള്ളത്. ക്ലയന്റ് ഭയങ്കര, നമ്മൾ ഡമ്മി ലോഗോ കൊടുത്തേ, ക്ലയന്റ് വിചാരിച്ചിട്ടുണ്ട് അതാ ലോഗോ. കുറെ പ്രായമുള്ള ആൾക്കാരത്, നാടൻ പ്രായമുള്ള ആൾക്കാർ, അവരത് വിശ്വസിച്ച് ഓക്കെ ഇതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നുള്ളൊരു സാധനം വിശ്വസിച്ചു. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്ന അപ്രോച്ച് എന്താണോ അതുകൊണ്ടായിരിക്കും, ആ അപ്രോച്ചിൽ എന്തോ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫ്രസ്ട്രേഷനൊക്കെ ഒഴിവായി കിട്ടും എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചെടുത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഈ മിസ്റ്റേക്ക് നമ്മൾ പ്രാക്ടിക്കാലിറ്റി നോക്കുന്നില്ല, നമ്മുടെ ഉള്ളിലുള്ള ഈഗോ അവിടെ പിന്നെയുണ്ട്. ഒരു ഡിസൈനർ നമ്മളെ സ്കില്ലിന്റെ അപ്പുറത്തോട്ടേക്ക് വേറൊന്നും എത്തൂല എന്നുള്ളൊരു സാധനം. ഈ ഡിസൈനറുടെ പ്രശ്നമേ, ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടിയാവണം, ആൻഡ് അവരെ എംപതൈസ് ചെയ്യണം. ഇതിൽ നമുക്ക് റോളില്ല, നമ്മളൊരു ഫെസിലിറ്റേറ്റർ മാത്രമാണ്. പ്രോബ്ലവും യൂസറും തമ്മിൽ കണക്ട് ചെയ്യാൻ നോക്കുകയാണ് നമ്മള്. അതുകൊണ്ട് തന്നെ നല്ല ഡിസൈനേഴ്സ് ഒക്കെ എപ്പോഴും അവരോട് എന്താ എങ്ങനെയാന്നൊക്കെ ചോദിക്കും. ചില സമയത്ത് ക്ലയന്റിനെ അറിഞ്ഞ് അല്ലെങ്കിൽ ഈ എൻഡ് യൂസറിന് അറിയില്ലായിരിക്കാം എന്താ വേണ്ടതെന്ന്, പക്ഷെ വിഷണറി ആയിട്ടുള്ള ലീഡർഷിപ്പിനെ അറിയുന്നുണ്ടാവാം നെക്സ്റ്റ് അവരുടെ യൂസോ അല്ലെങ്കിൽ അവരുടെ ആക്ഷനോ എങ്ങനെയായിരിക്കാം എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം കണക്ട് ചെയ്യുന്ന ആളായിരിക്കണം ഡിസൈനർ. അല്ലാതെ ഇത് ഞാൻ വരച്ചതാണ്, ഇത് ഇങ്ങനെയാണ്, ഞാൻ പഠിച്ചത് ഇങ്ങനെയാണ്. ഇതിന് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാലേ, മലയാളത്തിൽ അൺലേൺ എന്നുള്ളൊരു വാക്കിന്റെ മലയാളം ഇല്ല. നമുക്ക് ആർക്കും പഠിച്ചത് തിരുത്താൻ അറിഞ്ഞൂടാ. ഞാൻ പഠിച്ചത് ഇങ്ങനെയാണല്ലോ എന്നാണ് പറയാ. പക്ഷെ ഡിസൈൻ ചെയ്യണമെങ്കിൽ കോൺസ്റ്റന്റ്ലി ഐറ്ററേറ്റ് ചെയ്യണം. ഞാൻ ഇന്ന് പറഞ്ഞത് ഞാൻ നാളെ മാറ്റി പറയാൻ ഞാൻ ഗട്സ് കാണിക്കണം. ഞാൻ ഗട്സ് കാണിച്ചില്ലെങ്കിൽ ക്ലയന്റ് എങ്ങനെ കാണിക്കും? അപ്പൊ മലയാളം ഇല്ല. അത് പഠിക്കാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. അൺലേണിന്റെ മലയാളം ഡയറക്റ്റ് മലയാളം അല്ല അല്ലെ, മറ്റേ പഠിച്ചത് മറക്ക അങ്ങനത്തെ വാക്ക്, ആ വേർഡ് വേണം. ഇല്ല, അൺലേൺ മലയാളം ഇല്ല. അൺലൈൻ ലൈക് ഇംഗ്ലീഷിൽ തന്നെ അൺലേൺ എവിടെയാ യൂസ് ചെയ്യുന്നത്? ലേൺ ആൻഡ് അൺലേൺ എന്നൊക്കെ പറയും നമ്മള്. പിന്നെ വേറൊരു കാര്യം, അതും ഈ പറഞ്ഞ പോലെ എന്തോ വലിയ സാധനം ചെയ്യാൻ പോകുന്നിടത്തല്ലേ അൺലേൺ ചെയ്യണം എന്ന് പറയുന്നത്. പുതിയ കാര്യം പഠിക്കണം എന്നുള്ളതിന്റെ അടുത്താണ്. ഈ മങ്ഹു സോൾഡ് ഫെരാറിയിലാണെന്ന് തോന്നുന്നു, അവര് എംപ്റ്റി യുവർ കപ്പ് എന്ന് പറയുന്നുണ്ട്. എംപ്റ്റി യുവർ കപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കപ്പിൽ എന്തെങ്കിലും ഒഴിക്കണമെങ്കിൽ ഓൾറെഡി ആ കപ്പ് എംപ്റ്റി ആണ്. അത് ഞാൻ ഒക്കെ അറിയാന്ന് വിചാരിച്ച് ചെന്ന് കഴിഞ്ഞാൽ ആ കപ്പിലേക്ക് പുതിയതൊന്നും കിട്ടില്ല. കപ്പ് എംപ്റ്റി ആക്കണം. അപ്പൊ ഏതൊരു യൂസറിന്റെ അടുത്ത് ചെല്ലുമ്പോഴോ ഏതൊരു സ്റ്റേക്ക് ഹോൾഡറിന്റെ അടുത്ത് ചെല്ലുമ്പോഴോ ഒരു ഡിസൈനർക്ക് വേണ്ടത് എപ്പോഴും ആ കപ്പ് എംപ്റ്റി ആക്കിക്കൊണ്ടേയിരിക്കണം. എംപ്റ്റി എന്ന് പറഞ്ഞത് കാട്ടിക്കളയല്ല, ഇത് എടുത്തിട്ട് നമ്മുടെ നോട്ട്ബുക്കിലേക്ക് ആക്കിയിട്ട് ഒന്നും അറിയാത്ത ക്ലീൻ പ്ലേറ്റ് ആയിട്ട് നമ്മൾ ക്യൂരിയോസിറ്റി തന്നെയാ. അതെ അല്ലെ, നമ്മള് പുതിയ കാര്യത്തിൽ ക്യൂരിയോസിറ്റി കൊണ്ടുപോകുന്നത് അതന്നല്ലേ. പുതിയ കാര്യത്തിലല്ല, പഴയ കാര്യത്തിലെ തന്നെ പല അഭിപ്രായങ്ങളും നമ്മൾ കേട്ടാലേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ബിക്കോസ് നമുക്ക് ബ്ലൈൻഡ് സ്പോട്സുകൾ ഉണ്ടാവും. ഞാൻ വിചാരിച്ചു ഇങ്ങനെയാണ്, പക്ഷെ അങ്ങനെയല്ല, ഇവിടെ എന്തോ ഉണ്ട്. നമ്മൾ കാർ ഓടിക്കുമ്പോ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടാവുമല്ലോ, നമ്മൾ നോക്കുമ്പോ ബാക്കിലൊന്നുമില്ല, പക്ഷെ ഏതോ ഒരു പോയിന്റിൽ ഏതോ ഒരാള് നിൽക്കുന്നുണ്ട്. അത് കാണണമെങ്കിൽ ബാക്കില് ആരും ഇല്ലാന്ന് വിശ്വസിക്കരുത്, ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കണം. ദാറ്റ് ഈസ് അൺലേൺ ചെയ്യുന്നത്. ഇപ്പൊ ഞാനത് ഏത് കേസിലൊക്കെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ ബിൽഡിങ്സ് ഒക്കെ, പണ്ടത്തെ ബിൽഡിങ്സ് ഉണ്ടാവും, പണ്ടത്തെ നമ്മളൊക്കെ തറവാടും അതിൻ്റെ മുമ്പത്തെ സാധനങ്ങളൊക്കെ, അങ്ങനത്തെ പരിപാടികൾ. പിന്നെ ട്രഡീഷണൽ കുറേ ആർട്ടൊക്കെ ഉണ്ടാവില്ലേ, കേരള ആർട്ട്, കഥകളി പരിപാടി, ഇതിലൊക്കെ വരച്ചിട്ടുള്ള ആർട്ടും ആ കോലവും അത്. പിന്നെ അതല്ലാണ്ട് ക്ലോത്ത്സിൽ ഈ ഒരു കർട്ടണോ അല്ലെങ്കിൽ മാറ്റോ ഇതിലൊക്കെ ഉണ്ടാവുന്ന ഡിസൈൻസൊക്കെ ഇപ്പോൾ ഭയങ്കര മിനിമലായി.
ഈ മിനിമല് 2 കേസാണ്. ഒന്ന് ഭയങ്കര യൂണിഫോമിറ്റി ഉണ്ട്, എല്ലാവരും ഒരേപോലെയാണ്, ഭയങ്കര എല്ലാവരും അത് ക്യാരക്ടർ ചെയ്യുന്നില്ല, ക്യാരക്ടർ ഇല്ല. വേറൊന്ന് പറയുന്നത് ഭയങ്കര സേഫ് ഗെയിമാണ് ഈ മിനിമലിസം എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം ഇത് ഭയങ്കര വലിയൊരു കുറെ നേരം പോകേണ്ട ടോപ്പിക്. അതെ അതെ, ഇത് കുറെ നേരം പോകേണ്ട ടോപ്പിക്കുമാണ്. ഇത് റീജിയൻ ടു ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് റീജിയണിന് ഈ മിനിമലിസത്തിന് 2 അർത്ഥങ്ങളൊക്കെ ഉണ്ട്. ഈസ്റ്റിലെ മിനിമൽ എന്ന് പറഞ്ഞാൽ വിഷ്വലി മിനിമലും അങ്ങനെ അങ്ങനെ കുറെ ഉണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇത് എവിടുന്ന വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആർക്കിടെക്ചർ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം. ആർക്കിടെക്ചറിലൊക്കെ ഇത് വന്നതെന്ന് വെച്ചാൽ പോസ്റ്റ് വേൾഡ് വാർ 2 നമുക്ക് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യണം. റിസോഴ്സസ് കുറവാണ്, എല്ലാ രാജ്യങ്ങളും തകർന്നിരിക്കുകയാണ്. പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യണം, പെട്ടെന്ന് റീബിൽഡ് ചെയ്യണം. അപ്പോഴാണ് പല ഷോർട്ട് ടേം സാധനങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗേറ്റ് ഒക്കെ ഞാനൊരു ബ്ലോഗ് എഴുതിയിട്ടുണ്ട് അതിനെ കുറിച്ച്. ഗേറ്റ് ഒക്കെ പണ്ടത്തെ ഗേറ്റ് ഓർണമെന്റഡ് ഗേറ്റ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ സ്ക്വയർ പൈപ്പ് വെച്ചിട്ട് 4 വെൽഡ് അടിച്ചു കഴിഞ്ഞാൽ ഗേറ്റ്. അതുകൊണ്ട് തന്നെ എല്ലാ വീടിന്റെയും ഗേറ്റ് ഒരുപോലെ. അതാണ് ഒന്നാമത്തെ റീസൺ. അതിൽ തന്നെ നമ്മുടെ ഗോള് വേറിട്ട് നിൽക്കണോ അതോ ക്യാഷ് ആണോ എന്ന് ചോദിച്ചാൽ ഇന്ത്യ പോലൊരു കൺട്രിക്ക് ഓഫ് കോഴ്സ് ക്യാഷ് ആയിരിക്കും. അതല്ലാത്തവൻ മാത്രമാണ് മറ്റേ പീകോക്കിനെയൊക്കെ വരയ്ക്കൂ ഗേറ്റിന് മുകളിൽ. രണ്ടാമത്തെ റീസൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ there are people അല്ലെങ്കിൽ ബ്രാൻഡ് who trying to stand out because ആൾക്കാർ ലോകം കാണുന്നത് 6 ഇഞ്ച് സ്ക്രീനിലൂടെയാണ്. ഇപ്പോൾ ഇതിനുള്ളിൽ സ്റ്റാൻഡ് ഔട്ട് ആവാൻ നമ്മൾ പല മെത്തേഡ് നോക്കാറുണ്ട്. ഇപ്പോ വൈറലാവുന്ന ആൾക്കാരെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം എക്സ്ട്രീം കാര്യങ്ങൾ ചെയ്താലാണ് പോപ്പ് ആവുക, കോൺട്രാസ്റ്റബിൾ ആവുക. അപ്പോൾ ചില ആൾക്കാർ അത് ചൂസ് ചെയ്യുന്നുണ്ട് ബൈ ഡിഫോൾട്ട്. ഫോർ എക്സാമ്പിൾ അഡിഡാസിന്റെ ഈസീസ് അല്ലെങ്കിൽ സൈബർ ട്രക്ക് അല്ലെങ്കിൽ നത്തിങ്ങിന്റെ ഫോണ്, ഇവരൊക്കെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മിനിമലിസം അല്ലാതെ ഔട്ട് ഓഫ് ദ ബോക്സ് സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. നൗ അതിനൊരു മറ്റേ സൈഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഉള്ളവർക്ക് മാത്രമുള്ളതാണ്. ഡെയിലി സാധനങ്ങൾ എപ്പോഴും ന്യൂട്രൽ ആവുന്നതാണ് നമുക്കൊക്കെ ഇഷ്ടം. ഇപ്പൊ നമ്മളൊരു കാർ എടുക്കുകയാണെങ്കിൽ നമ്മൾ മഞ്ഞ കാറൊന്നും എടുക്കില്ല എന്താണേലും. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഡേറ്റിനും പോണ കാറുണ്ട്, ഓഫീസിലും പോണ കാറുണ്ട്, ജിമ്മിലും പോണം. അപ്പൊ എനിക്ക് ഓരോ പോക്കിനും ഓരോ കാർ എടുക്കാൻ പറ്റില്ല. എനിക്ക് പറ്റില്ല, എനിക്ക് അതിനുള്ള പറ്റിയിട്ടില്ല. അപ്പൊ നമ്മൾ മഞ്ഞ കാറോ കിളിപ്പച്ച കാറോ ഒന്നും വാങ്ങില്ല. സേഫ് ആവാന്നുള്ളതാണ്. സേഫ് ആവല്ല, നമ്മൾ മൾട്ടിപ്പിൾ പർപ്പസിലേക്ക് പർപ്പസിലേക്ക് വരാന്നാണ്. ഞാൻ ആ കഥകളുടെ കാര്യം അതുപോലെ ഈ ട്രഡീഷണൽ സാധനത്തിന്റെ കാര്യം അതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പൊ ഇപ്പൊ നത്തിങ്ങിന്റെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ മീറ്റിങ്ങിലൊക്കെ പോയിട്ടേ, ഈ സ്റ്റേക്ക് ഹോൾഡർ മീറ്റിങ്ങിലൊക്കെ പോയിട്ട് ഫോൺ വിളിക്കുമ്പോൾ 4 ലൈറ്റ് പള്ളിപ്പെരുന്നാൾ പോലെ കത്തുമ്പോൾ നമുക്ക് നമ്മൾ തന്നെ ഒരു സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അത്ര അറ്റൻഷൻ നമുക്ക് ആ സമയത്ത് വേണ്ട. നേരെ പറഞ്ഞാൽ നമ്മൾ കോളേജിൽ പഠിക്കുന്നെങ്കിൽ ആ അറ്റൻഷൻ ഈസ് ഓക്കെ. ഞാനും പഞ്ചാബി സൈലൻസർ വെച്ച് ബുള്ളറ്റ് ഓടിച്ചിരുന്ന ആളാണ്. ഇപ്പൊ എനിക്കത് ആലോചിക്കാൻ വയ്യ. ഓഫീസിലേക്ക് അങ്ങനെ പോവാൻ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പോ കഥകളി അതുപോലെ ട്രഡീഷണൽ ആർട്ടിനൊക്കെ ഒരു ടൈം പീരീഡ് ഉണ്ടായിരുന്നു. ഇന്ന ടൈമില് ഇന്ന രാത്രി അല്ലെങ്കിൽ പകൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാത്രി ആയിരിക്കും മിക്കവാറും കഥകളി. ആ സമയത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇഫ് കഥകളി നാഷണൽ ആന്തം പോലെ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ അന്നും നമ്മൾ മിനിമലി ചെയ്യും. കാരണം ഇത് തുടച്ചു കളഞ്ഞ് 4 മണിക്കൂർ വേണം ഇത് കുത്താൻ, 2 മണിക്കൂർ വേണം ഇത് തുടച്ചു കളയാൻ. എഫേർട്ട് എത്ര അത് എപ്പോഴെങ്കിലും നടക്കുന്ന ഒരു സാധനമല്ല. ഓണോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എഫേർട്ട് കുറയ്ക്കാൻ നോക്കും. ഡെയിലി ആണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഒന്നും ഇട്ടിട്ട്, ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് ഡെയിലി നടക്കില്ല. ഞാൻ എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിക്ക് പോകുമ്പോഴോ ഒക്കെ ആയിരിക്കാം ഇത് വെയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ കറുത്തമുണ്ടോ ഒരു ടീഷർട്ടൊക്കെ ആയിരിക്കാം ഇടുന്നുണ്ടാവുക. അപ്പോൾ എഫേർട്ട് ഫ്രീക്വൻസി ആയിട്ടൊരു ഇതുണ്ട്, മനസ്സിലായി. പക്ഷെ ഈ പറഞ്ഞ പോലെ പോസ്റ്റ് മോഡ് നമുക്ക് റിട്ടേൺ ആണ് നമ്മുടെ ഗോളെങ്കിൽ നമ്മൾ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാനും നോക്കുക. അതിന്റെ ഭാഗമായിട്ട് എഫേർട്ട് കുറച്ച് കൊഗ്നിറ്റീവ് അല്ലെങ്കിൽ തിങ്കിങ് കുറച്ച്. അതുകൊണ്ടാണ് ഇപ്പോൾ UX-ലാണെങ്കിലും
ഡിസൈൻ സിസ്റ്റംസ് ഒക്കെ വരുന്നത്. അതായത് ബുദ്ധി ഉപയോഗിക്കുന്നത് കുറച്ചിട്ട് ഒരു സിസ്റ്റം പോലെ സിസ്റ്റം തിങ്കിങ് ആയിട്ട് പ്രൊഡക്ട്സ് പെട്ടെന്ന് ഉണ്ടാക്കാനാണ് നോക്കുന്നത്. അല്ലാതെ നമ്മൾ ഓരോ ബട്ടണും നമ്മുടെ എല്ലാ കഴിവും എടുത്തിട്ടൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് ഡെവലപ്പ് ചെയ്യാനും ഡിസൈൻ ചെയ്യാനുള്ള ടൈമും എഫേർട്ടും കോസ്റ്റും ഒക്കെ മാറും. അത് ഡിസൈൻ സിസ്റ്റം ഉണ്ടാക്കുന്നത് അതിന് തന്നെയാണ്. അതായത് ലെസ് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം സിസ്റ്റംസ് ഉണ്ടാക്കുന്നത്. നോട്ട് ജസ്റ്റ് പറയലുണ്ട്, ഒരു ബ്രാൻഡിങ് ചെയ്യുമ്പോൾ ചില ബ്രാൻഡ്സ് നമുക്കൊരു മാസ്കോട്ടിന് ഉണ്ടാക്കിയാലോ ഒരു ക്യാരക്ടറിന് ഉണ്ടാക്കിയാലോ, ഞാൻ ഫസ്റ്റ് പറയലുണ്ട് വേണ്ട, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതിന്റെ 3D ഉണ്ടാക്കിയിട്ട് അത് ഒരാളെ പഠിപ്പിക്കണം. പിന്നെ അത് ഓണത്തിന് അയക്കൊരു മൊമെന്റ് മാർക്കറ്റിംഗിന് അത് അങ്ങനെ ചെയ്യണം. അതെ. പിന്നെ ക്രിസ്മസ് ആയ അതിന് തൊപ്പി വെക്കണം. അപ്പൊ അത് ഇപ്പൊ എനിക്ക് ഞാൻ പറയാം, നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട് സ്റ്റോൾ ആൻഡ് ഫ്രണ്ട്സിൽ. അപ്പൊ അതിൽ പോസ്റ്റർ ഡിസൈൻ ചെയ്യാറ് മിക്കവാറും ഡിസൈനേഴ്സ് ആയിക്കൊള്ളണം എന്നില്ല. അവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചേക്കാണ്. യു ജസ്റ്റ് കം, ടെക്സ്റ്റ് മാറ്റുക, ഫോട്ടോ മാറ്റുക, പോസ്റ്റർ റെഡി. നമ്മൾ ഈ ടൈംലെസ് ആവുന്നതാണ് ചില സമയത്ത് നല്ലത്. അല്ലാതെ ഞാനിപ്പോ അതെന്താ വെച്ചാൽ നമ്മളെല്ലാരും പാരലലി വർക്കിംഗ് ആൾക്കാരാ. അപ്പൊ ഇതിന് സമയം നടക്കണ്ടേ. അല്ലാതെ ഞാന് ആരും കാണാത്ത പോസ്റ്ററേ ചെയ്യൂന്ന് പറഞ്ഞിരുന്ന ടൈമിൽ എനിക്ക് ഈ അണ്ടർസ്റ്റാൻഡിങ്ങോടെ ഒരു ഓക്കെ ഇതുകൊണ്ടാണ് മിനിമൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. ഇപ്പൊ ഞാൻ പറഞ്ഞേ, നമ്മള് ഇപ്പൊ കഥകളി ആണെന്നുണ്ടെങ്കിലും എപ്പോഴെങ്കിലും ചെയ്യേണ്ട പരിപാടിയാണ്. അതിന് അത്രയും ഇൻവെസ്റ്റ് ചെയ്യാം. ആൾക്കാരും അതിനെ അങ്ങനെയാണ് കാണുന്നുള്ളത്. പക്ഷെ ഇപ്പൊ ഡിസൈനേഴ്സ് ആണെങ്കിലും അതല്ല ബിസിനസ് ഓണേഴ്സ് ആണെങ്കിലും ചില ആൾക്കാർ ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മൾ ഒരു ഇവന്റ് നടത്തുന്നുണ്ട്, കൊല്ലത്തിലൊരിക്കൽ നടക്കുന്ന വലിയൊരു ഇവന്റാ. ആ ഇവന്റ് മിനിമൽ ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് ക്രിക്കറ്റ് കാണുന്ന സമയത്ത് സ്കോർ കാർഡ് എഴുതില്ലേ, അത് മിനിമൽ അല്ല. അത് അവരങ്ങട് ആ കല കൊല്ലത്തില് 4 പ്രാവശ്യം കൂടുമ്പോഴൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. അവരങ്ങട് നേരെ മറിച്ച് BPL ഒക്കെ നോക്കി, BPL എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഒക്കെ നോക്കി, അത് സിമ്പിൾ ആയിരിക്കും. അത് എല്ലാ കൊല്ലം ഉണ്ടായിരിക്കും. അതിന്റെ എഴുത്തൊക്കെ സിമ്പിൾ. അണ്ടർസ്റ്റാൻഡിങ് കൂടെ ചെയ്യണമെങ്കിൽ ഓക്കെ, ആ ഇന്റൻഷൻ വെച്ചിട്ട് തന്നെ ചെയ്താണെങ്കിൽ ഓക്കെ. പക്ഷെ എനിക്ക് തോന്നില്ല എല്ലാരും മിനിമലിസം കീപ്പ് ചെയ്യുന്നത് ചെറിയൊരു സേഫ് ഗെയിം ആയിട്ടാണ്. ഡിസൈനേഴ്സ് കേട്ടോ, അണ്ടർസ്റ്റാൻഡിങ് കൂടെ ചെയ്യുകയാണെങ്കിൽ ഓക്കെയാണ്, ഫൈനാണ്. സേഫ് ഗെയിം, ഈ സേഫ് ഗെയിമിന്റെ കാര്യം പറഞ്ഞത് 2 കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് റിലീജിയസ് കാര്യം പറഞ്ഞു. നമ്മൾ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ അധികവും വെസ്റ്റേൺ ആണ്. ഡിസൈൻ ടെക്സ്റ്റ് ബുക്സ് അധികം വെസ്റ്റേൺ ആണ്. അപ്പൊ വെസ്റ്റില് മിനിമലിസം എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി കൊണ്ടുവരലാണ്. ക്ലാരിറ്റി കൊണ്ടുവരലും സിമ്പിൾ ആക്കലും. അപ്പൊ കൊഗ്നിറ്റീവ് ലോഡ് കുറയും. പക്ഷെ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഓർമ്മ വരിക താജ്മഹല്, അതുപോലെ ഇന്ത്യൻ ട്രക്ക് ആയിരിക്കും. നമുക്ക് ഭയങ്കര ഓർണമെന്റേഷനും ദേശി ഡിസൈൻസ് ഒക്കെ അങ്ങനെയാണ്. അതുപോലെ ജപ്പാൻ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ പാർട്ടിലേക്ക് അല്ല ഫോക്കസ് ചെയ്യുക, നമ്മൾ ആസ് എ ഹോളാ നോക്കുക. മൊത്തത്തിൽ ട്രക്ക് എങ്ങനെയുണ്ട്, ഒരു ആനച്ചന്ത ഉണ്ട്, അങ്ങനെയാണ്. പക്ഷെ ഈ നമ്മുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്സ് എല്ലാം അവിടുന്ന് ആയതുകൊണ്ട് വി ആർ ടേക്കിംഗ് നോട്ട്സ് ഫ്രം ദർ ആൻഡ് ട്രൈങ് ടു ഇംപ്ലിമെന്റ് ഇൻ റോങ് റീജിയൻ. അതുകൊണ്ട് തന്നെയാണ് മിഡിൽ ഈസ്റ്റേൺ ക്ലയന്റിനെ സെർവ് ചെയ്തവർക്ക് അറിയാം, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഇംപ്രസ് ദം വിത്ത് മിനിമൽ ഡിസൈൻ. അവര് ഡെസേർട്ടിൽ നിന്നുണ്ടായ ആൾക്കാരാ, അവരുടെ അടുത്ത് മിനിമൽ കൊണ്ട് ചെന്ന് അവര് മിനിമലിസം കണ്ടു മടുത്തവരാണ് ജീവിതത്തിൽ. അവർക്ക് കുറച്ച് തെറിച്ച് നിൽക്കണം. സെയിം രാജസ്ഥാൻ ഡെസേർട്ട് കൂടുതലുള്ള സ്ഥലത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ രാജസ്ഥാനികളുടെ ഡ്രസ് എങ്ങനെ കുറച്ചൊരു തെറിക്കണം. അപ്പൊ ഒരു അങ്ങനെ അതിന് റീജിയണിന് ഒരു ഭയങ്കരമായിട്ടൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ അവിടുത്തെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടമായിക്കൊള്ളണം എന്നില്ല. പക്ഷെ അവിടുത്തെ കാര്യങ്ങൾ പഠിച്ച് അവിടുത്തെ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ അത് സെല്ല് ചെയ്യാൻ പറ്റും.
അതാണ് ഈ ചെറിയ യങ്ങർ ക്ലയൻസിൻ്റെ അടുത്ത് നമുക്ക് മിനിമൽ ഡിസൈൻ പെട്ടെന്ന് സെല് ചെയ്യാൻ പറ്റും. പക്ഷെ ഓൾഡർ ക്ലയൻസിന്റെ അടുത്ത് അവര് പറയും ഇതിപ്പോ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ, 2 പൂവും കൂടി വെച്ചൂടെ. അങ്ങനെ അവർക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ 2 റീജിയണിന് 2 ഡിഫറൻസ് ഉണ്ട്. അതുപോലെ എല്ലാറ്റിനും ഡിഫറൻസ് ഉണ്ട്. ഈവൻ ഈ അവര് ലെഫ്റ്റിന്ന് റൈറ്റിക്ക് വായിക്കുന്നത്, റൈറ്റിന്ന് ലെഫ്റ്റിക്ക് വായിക്കുന്നതും അവരുടെ മെന്റൽ മാപ്പും ഒക്കെ ഡിഫറെന്റ് ആണ് റീജിയൻ മാറുമ്പോൾ. അപ്പൊ മിനിമലിസം സേഫ് ഗെയിം ചിലപ്പോൾ ആവാതെയും ഇരിക്കാം. പക്ഷെ കുറെ ആൾക്കാർ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് പരിപാടി തീർക്കാൻ. മിനിമലിന് വേറൊരു കാര്യമുണ്ട്. മിനിമല് നമുക്ക് ടെംപ്ലേറ്റുകളാക്കി വെക്കാം. ഏത് ക്ലയന്റ് വരുമ്പോഴും ഒന്ന് കളർ മാറ്റി കൊടുത്താൽ പരിപാടി തീരും. അത് നമുക്ക് ശ്രദ്ധിക്കാനും പറ്റും. കല്യാണം ഒന്നും മിനിമലാക്കരുതല്ലോ. അതാണ് അത് ഞാൻ ചോദിക്കുന്നത്. എല്ലാ മിനിമലായ ആൾക്കാർക്ക് ഈ കല്യാണം എന്താ മിനിമലാക്കാൻ പറ്റാത്തത്? അതാ ആക്ച്വലി മിനിമൽ അല്ല. നമ്മുടെ ബ്ലഡിൽ മിനിമൽ ഇല്ല. ഇന്ത്യക്കാരുടെ ബ്ലഡിൽ മിനിമലിസം ഇല്ല. ഇന്ത്യക്കാരനെ മറ്റേ പറഞ്ഞ പോലെ ആ ലോറിയും ഓട്ടോന്റെ ബാക്കിലുള്ള ഡിസൈനും അതൊക്കെ കണ്ട് വളർന്ന ആൾക്കാരാ. അതിനൊക്കെ ഈ പറഞ്ഞ പോലെ ബാക്കിലേക്ക് റീസൺസും ഉണ്ട്. നമ്മള് ഡീറ്റെയിലിന്റെ ഉള്ളിൽ ഡീറ്റെയിൽ ചെയ്യുന്ന ആൾക്കാരുടെ പണ്ടത്തെ ചെയറൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ഇവിടെ ഒരു ഇതുണ്ടെങ്കിൽ അതിന്റെ മുകളിലൊരു ഡിസൈൻ ഉണ്ടാവും, അതിന്റെ ഉള്ളിലൊരു ഡിസൈൻ ഉണ്ടാവും. പക്ഷെ പറഞ്ഞ പോലെ അവിടുത്തെ ടെക്സ്റ്റ് ബുക്ക്, അതായത് വെസ്റ്റേൺ ടെക്സ്റ്റ് ബുക്ക് പഠിച്ച ആൾക്കാർക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി വേണമെങ്കിൽ കോഗ്നിറ്റീവ് ലോഡ് കുറയണം. അപ്പൊ കണ്ടന്റ് പ്ലേസ് ചെയ്യുന്നിടത്ത് ഡിസ്ട്രാക്ഷൻ പാടില്ല. ആ ഒരു റിസ്ക് അവോയ്ഡ് ചെയ്യാനാണ്. ബിക്കോസ് ഇങ്ങനെ ഡീറ്റെയിൽ ചെയ്ത് കഴിഞ്ഞാൽ യൂസർ ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ കയ്യിൽ നിന്ന് പോകും. പലയിടത്തും പോയി ഇപ്പൊ ആപ്പൊക്കെ ഡിസൈൻ ചെയ്യുന്ന വെച്ചാൽ പലയിടത്തും പോയി ക്ലിക്ക് ചെയ്യും. അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന വെച്ചാൽ നോട്ടം പലയിടത്തേക്കും പോകും. കോൺട്രാസ്റ്റ് കിട്ടണമെങ്കിൽ സറൗണ്ടിങ് മിനിമൽ ആയിരിക്കണം. Thank you for coming.